നമസ്കാരം. ഹലോ. ഇരിക്കൂ. താങ്ക്സ്. ഐ ആം പോറ്റി, നാരായണൻ പോറ്റി. ഓ, നാരായണൻ പോറ്റി. ഐ ആം പൈ, സദാനന്ദ പൈ. അറിയാം, വർഷങ്ങളായിട്ട് അറിയാം. അതുകൊണ്ടല്ലേ പർച്ചേസ് ഇവിടെ തന്നെ ആകാന്ന് കരുതി. ആട്ടെ, അസുഖമൊക്കെ എങ്ങനെ? എന്ത് അസുഖം? ഒരു അസുഖവും ഇല്ലെന്നേ. കുറച്ച് മറവി കൂടുതലാ. പിന്നെ മെന്റലി സ്ട്രെയിൻ ഉള്ള ബിസിനസ് അല്ലേ, ഇടയ്ക്കൊക്കെ ഒരു ഡിപ്രഷൻ ഉണ്ടാകും. ആട്ടെ, എന്തൊക്കെയാ പർച്ചേസ്? കുറച്ച് ഹെവി പർച്ചേസാ. പെങ്ങളുടെ മാരേജ് ആണ്, വേണ്ടതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് തരണം. ഓ, അതിനെന്താ? ഏയ് രാജേന്ദ്ര, മനോഹര, ഇദ്ദേഹത്തിന് നമ്മുടെ സ്പെഷ്യൽ ഐറ്റംസ് എടുത്ത് കാണിച്ചു കൊടുക്കൂ. നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണ്. നമ്മുടെ പിള്ളേർ വളരെ മിടുക്കന്മാരാ. അത് ശരി. വന്നാട്ടെ. ഇരിക്കും. ഇതൊക്കെ നേരത്തെ കാണിക്കും. 2 ദിവസമായിട്ടുള്ള വന്നിട്ട് എല്ലാം പുതിയ ഡിസൈനുകളാ. അത് ഒരു 9,87,000 രൂപ വരും. മിസ്റ്റർ പോറ്റി, 980 രൂപ തന്നാ മതി. ബില്ലൊന്നും വേണ്ടല്ലോ. ബില്ല് വേണമെന്നില്ല. ഇത് 10 ലക്ഷം ഉണ്ട്. രാജേന്ദ്ര, സാറിന്റെ ഐറ്റംസ് എല്ലാം എടുത്ത് കാറിൽ വെച്ചു കൊടുക്കൂ. $10 ലക്ഷമല്ലേ? അതെ. ഇത് 20,000 രൂപ ബാക്കി. ഓക്കെ, താങ്ക് യു മിസ്റ്റർ. ഓ, അയാളുടെ ഐറ്റംസ് എല്ലാം ഭദ്രമായി കൊടുത്തില്ലേ? ഓ, ഇന്നത്തെ ബിസിനസ് ഉഷാറായിട്ടുണ്ടോ? ന്യൂ മോഡൽസ് ഒക്കെ എത്തിയിട്ടുണ്ട്. ഇരിക്കൂ, സെലക്ട് ചെയ്യാം. താങ്ക് യു. ഇത് കൊള്ളാം. അത് തുടങ്ങി എടുത്തേ. ഇത് കൊള്ളാല്ലേ? കൊള്ളാം. പുതിയ ഫാഷൻ ആണല്ലേ? അതെ, എല്ലാം ഫോറിൻ ഡിസൈൻസ് ആണ്. ആ മാലയില്ലേ, ഇതാ അതിന് അടുത്തിരിക്കുന്നു. ഓ, ശരി. ഏതാ ഇപ്പൊ സെലക്ട് ചെയ്യാ? എല്ലാം നന്നായിരിക്കുന്നു അല്ലേ? അതിനെന്താ, വളയും മാലയും എല്ലാം എടുത്തോ സാറേ. ഇപ്പൊ വന്നില്ലേ അവര് ഹെവി പർച്ചേസ്. ഏതാണ്ട് ഇപ്പൊ തന്നെ 150 പവൻ എടുത്തു കഴിഞ്ഞു. പിന്നെ സെലക്ട് ചെയ്തോണ്ടിരിക്കുക. സ്പോട്ട് പേയ്മെന്റാ. സ്പോട്ട് പേയ്മെന്റ് ആണോ? എനിക്ക് ഗോൾഡ് സ്പോട്ട് വാങ്ങിച്ചു കൊടുക്കണം. ഓക്കെ. ഏതാണ്ട് 10 ലക്ഷത്തോളം ആയില്ലേ? കാര്യമായ ഡിസ്കൗണ്ട് തരാൻ മുതലാളിയോട് പറയണം കേട്ടോ. പിന്നെന്താ, അതൊക്കെ തരും. പിന്നെ ഈ ബോക്സ് ഒന്നും വേണ്ട കേട്ടോ. ആ വെൽവെറ്റ് സഞ്ചി ഉണ്ടല്ലോ, അതിൽ തന്നാ മതി. കുറച്ച് സൗകര്യമായിരിക്കും ഹാൻഡിൽ ചെയ്യാൻ. ഓക്കെ, ആയിക്കോട്ടെ. ഹലോ. വരൂ വരൂ. ഐ എം ബാലചന്ദ്രൻ, ടെക്സ്റ്റൈൽ എക്സ്പോർട്ടറാ. ഇതെന്റെ വൈഫ് സരള, ഇരിക്കൂ. ഇവിടുത്തെ ആർട്സ് കോളേജ് ലെക്ചറാ. ആണോ? രണ്ടുപേരെയും കണ്ടിട്ട് നല്ല മുഖപരിചയമുള്ളത് പോലെ, എവിടെ വെക്കോ വെച്ച് കണ്ടിട്ടുള്ളത് പോലെ. ഏയ്, വഴിയില്ല. ഞങ്ങൾ ഇവിടെ ആദ്യമായിട്ട് വരിക. ആണോ? ഞങ്ങൾ രണ്ടുപേരും തിരുവനന്തപുരത്തായിരുന്നു. വൈഫ് കഴിഞ്ഞ ആഴ്ച ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയത്. എന്റെ ബിസിനസ് ഇപ്പോൾ തിരുവനന്തപുരത്ത് തന്നെയാ. അപ്പോ ഒരു കോഫി കൂടി കഴിക്കാമല്ലോ? നോ താങ്ക്സ്, ഞങ്ങൾക്ക് വേഗം പോണം. ആ ബാലൻസ് തന്നിട്ട്. അതിന് നിങ്ങൾ കാശ് തന്നിട്ടില്ലല്ലോ. തന്നിട്ടില്ലെന്ന് ഇപ്പൊ വൈഫ് അങ്ങോട്ട് എടുത്ത് തന്നോണല്ലോ. നിങ്ങൾ ഡ്രോയിലേക്ക് വയ്ക്കുകയും ചെയ്തു. സംസാരത്തിനിടയ്ക്ക് മറന്നുപോയായിരിക്കും. ഇല്ല, നിങ്ങൾ തന്നിട്ടില്ല. തന്നെങ്കിൽ ഞാൻ ബാലൻസ് തരുമല്ലോ. ബാലൻസ് കാണാതായപ്പോഴാണ് ഞാൻ ചോദിച്ചത്. മാഡം, നിങ്ങൾ പറയൂ, നിങ്ങൾ എനിക്ക് കാശ് തന്നിട്ടുണ്ടോ? പിന്നെ എല്ലാം 500 കെട്ടുകളായിരുന്നു. ഞങ്ങൾ ഇപ്പൊ ബാങ്കിൽ നിന്ന് ഡ്രോ ചെയ്തിട്ട് വരിക. അതെ. താങ്കൾക്ക് എന്താ തെറ്റ് പറ്റിയതാ? എന്താ പ്രശ്നം? ഏയ്, ഒരു പ്രശ്നവും ഇല്ല. എന്റെ വൈഫ് ഇപ്പൊ കാശ് കൊടുത്തേ. സംസാരത്തിനിടയ്ക്ക് പുള്ളി അത് ഡ്രോയറിലും വെച്ചു. ബാലൻസ് ചോദിച്ചപ്പോ ഞങ്ങൾ കാശ് കൊടുത്തിട്ടില്ലെന്ന്. സോറി സാർ, സാറിന് കുറച്ച് ഓർമ്മ പശുക്കുള്ളത്. ഓർമ്മ പശകോ? എടോ, ഇവര് കാശ് തന്നിട്ടില്ല. ഇവര് ഫ്രോഡാണ്, ഫ്രോഡ്. ക്ഷമിക്കണം, ക്ഷമിക്കണം സാർ. ക്ഷമിക്കാനോ? എടോ രാജേന്ദ്ര, ഞാൻ പോലീസിനെ വിളിക്കും. അവര് പറയട്ടെ ആര് ക്ഷമിക്കണമെന്ന്. മിസ്റ്റർ പൈ, പോലീസിനെ വിളിക്കേണ്ടത് ഞങ്ങളാ. വേണ്ട, സഹായിക്കണ്ട, ഞാൻ വിളിച്ചോളാം. അതെ, പോലീസ് സ്റ്റേഷൻ. ഇതാ വരുന്നു.
ഇവരാണ് സാർ. എന്താ പ്രശ്നം? ഞങ്ങൾ കുറച്ച് സ്വർണം വാങ്ങി ഉടനെ കാശും കൊടുത്തു. 9,80,000 എന്ന് പറഞ്ഞപ്പോ 10 ലക്ഷം രൂപ കൊടുത്തു. ബാലൻസ് ചോദിച്ചപ്പോ ഇദ്ദേഹം പറയുന്നത് കാശ് കൊടുത്തിട്ടില്ലെന്ന്. അതിന് ഇവര് കാശ് തന്നിട്ട് വേണ്ടേ ബാലൻസ് കൊടുക്കാൻ? തള്ളേ ആ പാസ്ബുക്ക് എടുത്തേ, വേഗം എടുക്ക. ഇതാ നോക്കണം സാർ, ഇന്ന് രാവിലെ നെടുങ്ങാടി ബാങ്കിന്റെ കത്തർക്കടവ് ബ്രാഞ്ചിൽ നിന്നും ഞാൻ ഡ്രോ ചെയ്താ. നോക്കണം സാർ, വിത്ഡ്രോ 10 lakhs. മാത്രമല്ല എല്ലാ 500 കെട്ടുകൾ ഇദ്ദേഹത്തിന്റെ മേശയിലുണ്ട്. നോക്കണം സാർ. അയ്യോ, അത് സാർ നേരത്തെ നടന്നൊരു ബിസിനസിന്റേതാണ്. ആട്ടെ, ആ ബില്ലിന്റെ കോപ്പിങ് എന്ന്. അല്ല, അത് ബില്ല് ഒരു അഡ്ജസ്റ്റ്മെന്റില്. അപ്പൊ നേരത്തെ ബിസിനസ് നടത്തി എന്നുള്ളതിന് തെളിവില്ലല്ലേ? ആ നോട്ട് കെട്ടിങ് എടുത്തേ. അപ്പോ നിങ്ങൾക്കെതിരെ കേസെടുക്കേണ്ടി വരുമല്ലോ. കൊടുക്കണോ സ്വർണം ബാലൻസ്? കൊടുക്കാൻ. സാർ, അദ്ദേഹം ട്രീറ്റ്മെന്റിൽ ഇരിക്കുന്ന ആളാ, ഒരു അബദ്ധം പറ്റിയതായിരിക്കും. താങ്ക് യു. താങ്ക് യു സാർ, ഞങ്ങൾക്ക് അല്പം ധൃതിയുണ്ട്. പിന്നെ കേസും പ്രശ്നങ്ങളൊന്നും വേണ്ട, സുഖമില്ലാത്ത ആളല്ലേ. വരൂ. എന്താ ഗുരുവായൂരപ്പാ? ഓട്ടോ ഓട്ടോ. എങ്ങോട്ടാ സാർ? ഇവിടെ പറയാം. ഞാനൊന്ന് ഫോൺ ചെയ്തിട്ട് വരാം. സൈമൺ ആകെ ടെൻഷനിലായിരിക്കും. ഹലോ, ആ ബൂത്തിലെടുത്തൊന്ന് നിർത്തണേ. ഹലോ, സൈമൺ, സണ്ണിയാണ്. ഓപ്പറേഷൻ സക്സസ്. കുട്ടി ആണാണ്. വെരി ഗുഡ്. നമുക്ക് ആണല്ലേ ഇന്നുവരെ പിറന്നിട്ടുള്ളൂ. പാവം പയ്യുടെ കാര്യം ഓർക്കുമ്പോഴാ ദുഃഖം. ആട്ടെ, ഷെർലിയോ? അവൾ ഓട്ടോയിലുണ്ട്. അവളെ സൂക്ഷിക്കണം. സ്വർണം തന്റെ കയ്യിലോ അതോ അവളുടെ കയ്യിലോ? ഹലോ, വണ്ടി എടുത്തോ, പോവാം. സാറ് തരണ്ടേ? സാർ വന്നോളൂ, നമുക്ക് പോവാം. വേഗം. എങ്ങോട്ടാ പോണ്ടേ? ഗിരിനഗറിലേക്ക്. ശരി. ഇവിടെ നിർത്തിയാ മതി. 500 നോട്ടാ. അയ്യോ, 500? ചേച്ചി ചില്ലറയില്ലല്ലോ. ഞാൻ പിന്നെ വന്ന് വാങ്ങിച്ചോളാം. താൻ ഏത് സ്റ്റാൻഡിലാ? പ്രകാശം എന്ന് പറഞ്ഞാൽ മതി, എറണാകുളം നോർത്ത്. No. Yes, Stanley. Here is it, Stanley. 2 മാസങ്ങൾക്ക് മുമ്പ് എന്റെ 3 ലക്ഷം രൂപയെ അപഹരിച്ചുകൊണ്ട് കടന്നു കളഞ്ഞ ഷെർലി. ആണുങ്ങളോടായാലും മുഖത്തടിച്ചതുപോലെ സംസാരിക്കാൻ അതീവ കഴിവുള്ള ഹൈലി പെയ്ഡ് ഗോൾഡ് ഗേൾ. ഓ, സോ സോറി, ഗോൾഡ് ലേഡി ഷെർലി. Now you are looking so nice, Miss Shelley. Tell me, Shelley, എവിടെയാ സ്വർണം? അറിയില്ല. സദാനന്ദ പൈയുടെ കടയിൽ നിന്ന് നിങ്ങൾ തട്ടിയെടുത്ത ആ സ്വർണം എവിടെ? ഞാൻ എങ്ങനെ അറിഞ്ഞു എന്നല്ലേ? അതാണ് സ്റ്റാൻലി. എ മുതൽ ഇസഡ് വരെ അറിയുന്ന സ്റ്റാൻലി. മോളറിഞ്ഞതാ തരില്ല. എവിടെടി സ്വർണം? പറ.
എന്റെ കയ്യിലില്ല. ഞാൻ സത്യമാണ് പറയുന്നത്. Please. ജാക്സൺ, യെസ് സർ. no! We are cheated, Jackson! Bloody bitch! അല്ല എല്ലാരും ഉണ്ടല്ലോ, ഇന്നാരും പച്ച വിട്ടില്ലേ? ഇത് കണ്ടേട്ടാ, KL795 ഒറ്റ കറക്കത്തിന് ₹500 പോക്കറ്റില് തന്നതോ നല്ല കലക്ക ഒരു ചേച്ചി. ഓ ഭാഗ്യവാൻ. എന്നാ മോൻ പേടിക്കണ്ട, ഞങ്ങള് പച്ച തൊട്ടില്ലെങ്കിലും നിനക്ക് ചോപ്പ് തൊടാം. ഇവിടെ ഇങ്ങനെ ഓ ചേച്ചിയുടെ അണ്ണ വന്ന് മോന്ത കുറ്റിക്ക് 2 എണ്ണം തരുമ്പോ ബേഷ ചോപ്പലിക്കും. അവിടുത്തെ തൊട്ടോണ്ടാ മതി കേട്ടാ. ഓ എടാ, ചില്ലറ ഇല്ലാഞ്ഞിട്ട് തന്നതാ. ഞാൻ സ്റ്റാൻഡ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആ ചേച്ചി ഒന്ന് ബാക്കി വാങ്ങിച്ചോളൂ. എപ്പോ ഒരളിയാ നീ ഇട്ടുപോരല്ലേ ഉള്ളൂ, അവളെ കണ്ണി പിടിക്കില്ല. പന്നി തീട്ട കണ്ട മാതിരി ഒന്ന് ചിരിക്കണേ. ഞങ്ങള് പന്നികളെ സമ്മതിച്ചു, പക്ഷെ കണ്ടത് നിന്നെയാ. അവിടുന്ന് കൈയെടുക്കണേ. ഓ സിലുക്ക്. നിങ്ങളിങ്ങനെ കിടിച്ചോണ്ടിരുന്നോ? 2 ട്രെയിൻ ഇന്ന് ലേറ്റാ. ഒന്ന് 350 മിനിറ്റ്, മറ്റേ 450 മണിക്കൂർ. എനിക്ക് പെമ്പിള്ളേർ 2. ഞാനിങ്ങനെ ചിരിച്ചോണ്ടിരുന്നാ ശരിയാവൂല. ഓടണം, ഓടിയേ തീരൂ. ആ ഈശ്വര ഭഗവാനെ. അല്ല, നമ്മുടെ കാതലിനെവിടെ? ആര്? നമ്മുടെ അബുദേവൻ. ആ. എടാ ഇന്ന് പ്രഭുദേവരെ പടം റിലീസ് ചെയ്യല്ലേ, അവൻ എവിടെ എങ്ങനെ കിട്ടുമോ? ഓ
ഇവിടെ ഈ മലയാള മണ്ണിൽ മലയാളത്തിന്റെ മണമുള്ള നല്ല ഉശിരൻ നടന്മാരുണ്ട്. ബുദ്ധിയുള്ള മലയാളികൾക്ക് അവർ മതി. നിന്റെയൊക്കെ ഈ ഗോസ്റ്റ് ആണെങ്കിലുണ്ടല്ലോ, അത് ഇവിടെ വേണ്ട, അങ്ങ് തമിഴ്നാട്ടിൽ മതി. യു ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. നവംബർ അല്ല ഡിസംബർ. കലക്കി മച്ചമ്പി തള്ള എവൻ കൊള്ളാലോ. പക്ഷെ എനിക്കൊരു സംശയം, നീ ഇപ്പൊ ആരുടെ കാണിച്ചേ? എടാ സലീമായിരുന്നാ മതി. അല്ലാതെ ഉള്ള സിനിമാക്കാരെല്ലാം അനുകരിച്ച് ജീവിതം പാഴാക്കാതെ 4 കാശുണ്ടാക്കി വീട്ടിൽ കൊണ്ട് കൊടുക്കാൻ നോക്കണായി. ഇതൊരു കഴിവല്ല കേട്ടാ. എടാ, വലിയ വലിയ സംവിധായകർ പറയണ കേട്ടില്ലേ, അനുകരണം ഒരു ചീപ്പാണെന്ന്. എന്താ പേര്? ഉണ്ണി എന്നല്ലേ? എന്നെ നിനക്ക് മനസ്സിലായ? ഞാൻ ലാൽ, മോഹൻലാൽ. പിന്നെന്താ പറഞ്ഞ? ഇവര് കാണിച്ച കഴിവില്ലെന്നാ? ഏതോ സ്വന്തം കഴിവില്ലെങ്കിൽ മറ്റുള്ളവരുടെ കഴിവിനെ അംഗീകരിക്കണം. അതാണ് മഹത്വം. നിനക്ക് കാണണ നിന്നെ ഞാൻ വളരെയധികം ഭംഗിയായി അനുകരിക്കുന്നത് കണ്ടോ? എന്നാന്ന് കാണിക്കേ. എടാ സലീമേ, സലീമായി ജീവിച്ചാ മതി. അല്ലാതെ ഉള്ള സിനിമാക്കാരെ അനുകരിച്ച് ജീവിതം പാഴാക്കാതെ 4 കാശുണ്ടാക്കി വീട്ടിൽ കൊണ്ട് കൊടുക്ക്. ഇത് കഴിവാണ് കേട്ടാ. എടാ മരങ്ങോടെ മാരെ എന്തോ സിനിമയിലെ താമറും അനുകരണമൊന്നും അല്ല പ്രശ്നം. ഇത് കണ്ടോ, തലയാവര വേണം, തലയാവര. ഇന്നസെന്റ് വരുന്നു. ആടെ ഇന്നസെന്റ് അല്ല, ഇന്നസെന്റ് ഫോട്ടോസ്റ്റാറ്റാ. എന്തേ, വല്ല വിരോധമുണ്ടോ? നിങ്ങൾ ഇവിടെ ഓട്ടോ ഓടിക്കാൻ നടക്കാണോ അത് നാട്ടുകാരെ കളിയാക്കാൻ നടക്കാണോ? വണ്ടി എടുക്കടാ, വണ്ടി എടുക്കടോ, വണ്ടി എടുക്കടാ. എടുത്തോ, വണ്ടി എടുത്തോ. സമയങ്ങളുണ്ടോ? Stop it. എടുക്ക്. എന്താ ഇത്? ഓട്ടോ സ്റ്റാൻഡോ മിമിക്രി സ്റ്റാൻഡോ? നിങ്ങൾക്കറിയോ, ഓട്ടോ ഓടിച്ചു മടുത്ത് അത് നിർത്തിയ അച്ഛൻ എന്നെ ആദ്യം തോപ്പിച്ചു. ഓട്ടോ ഓടിക്കുമ്പോ കൈ വിറയ്ക്കരുതെന്ന് പറഞ്ഞ് ശങ്കരൻകുട്ടി ചേട്ടൻ പിന്നെ തോപ്പിച്ചു. പെട്രോളിനും ഓയിലും വില കൂട്ടി സർക്കാരും എന്നെ തോപ്പിച്ചു. ഒരിക്കലല്ല, പല വട്ടം. ഇപ്പോ കൂടെ നടക്കണം നിങ്ങൾ എന്നെ തോപ്പിക്കാണോ? നോ, ഞാനത് സമ്മതിക്കില്ല. പിന്നെ imitating, that is none of our business. We are automen. The automen should live here decade and decades. വരട്ടെ. അച്ഛൻ എന്താ ഇത്രയും താമസിച്ചേ? വണ്ടിക്ക് ഇത്തിരി പണിയുണ്ടായിരുന്നു. മക്കള് പേടിച്ചു പോയല്ലേ? പിന്നെ പേടിക്കൂലേ? 8 മണിക്ക് എത്തുന്ന അച്ഛനെ 9 മണിയായിട്ട് കാണുന്നില്ല. അച്ഛൻ എവിടെ പോകാനാ മക്കളെ? അതേ, മോൾക്ക് ഫീസിനുള്ള കാശ്, മോൾക്ക് പുസ്തകത്തിനും ഫീസിനുള്ള കാശ് നാളെ തരാം. വർക്ക്ഷോപ്പിന് കുറച്ച് കാശ് കൊടുക്കാണ്ടായിരുന്നു, അതുകൊണ്ടാ. നാളത്തെ ദിവസം എന്താണെന്ന് എന്റെ മക്കൾക്ക് ഓർമ്മയുണ്ടോ? അമ്മ മരിച്ച ദിവസമല്ലേ നാളെ? അമ്മയെ കണ്ട് ഓർമ്മയില്ലാത്ത ഇവക്ക് പോലും നാളത്തെ ദിവസത്തെ കുറിച്ച് ഓർമ്മയുണ്ട്. നാളെ ഞങ്ങൾ നേരത്തെ അമ്പലത്തിൽ പോവച്ചാ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്താ ഇന്ന് പതിവില്ലാതെ അമ്പലത്തില്? അമ്മ മരിച്ച ദിവസാ. അനിയത്തിന്റെ പൊയ്ക്കോ. 4 മണിക്ക് വരണം. വാ. ചേച്ചി അവനുമായി കൂട്ടുന്നു വേണ്ടട്ടോ. ആള് ശരിയില്ലെന്ന് എല്ലാരും പറയണേ. അതെ, ആരുമായിട്ടാ ഇപ്പൊ നിങ്ങൾ സംസാരിച്ചോണ്ടിരുന്നത്? അത് പിന്നെ അത് ചേച്ചിയുടെ പുറകെ നടക്കുന്ന ഒരു വായി നോക്കിയാ. ഞങ്ങൾ അമ്പലത്തിൽ പോയി വരിക. അത് മനസ്സിലായി. നിങ്ങൾക്ക് അമ്മയായിരുന്നെങ്കിലേ എനിക്ക് ജീവിതം തന്ന എന്റെ ആശാന്റെ ഭാര്യ. അതുകൊണ്ട് ഞാനും അമ്പലത്തിലേക്കാ. ചെല്ല് ആശാനെ ഞാൻ ഒന്ന് കാണട്ടെ. മച്ചമ്പി ലൈൻ ആവോ? എടാ, പണ്ട് നീ സ്റ്റേഷനിൽ വെച്ച് നടി ഫിലോമിനെ കണ്ടപ്പോഴും ഇത് തന്നെയല്ലേ ചോദിച്ചേ? അപ്പൊ പിന്നെ തീരെ അത്ഭുതം തോന്നുന്നില്ല. മറന്നില്ലല്ലേ? ശിഷ്യൻ ചെല്ല്, ഞാൻ പോണം എന്തായാലും.
ചേട്ടാ ആ പാട്ടവള് നശിപ്പിച്ച് എന്താടേ കാലത്തെ എക്സസൈസ് തുടങ്ങിയല്ലേ? ആ ഇങ്ങനെ കഷ്ടപ്പെട്ടല്ലേ നിന്നെ കെട്ടിച്ചേക്കാൻ പറ്റൂ മനുഷ്യ കളിയാക്ക അയ്യോ അമ്മ, അമ്മ ഞാൻ കുറക്കണ്ടതാ ദേ, അമ്മ. എടാ മോനെ, പണിക്ക് ഇന്നലെ വന്നിരുന്നു. അവർക്ക് 10 പവനെങ്കിലും വേണമെന്നാ പറയുന്നേ. ഓ, അമ്മ തുടങ്ങി. ഞാൻ പറഞ്ഞിട്ടില്ല എനിക്ക് ഇപ്പോഴൊന്നും വേണ്ടെന്ന്. ഏതായാലും ഷോർട്ട് ആൻഡ് കൂടി കഴിഞ്ഞ് ജോലി കിട്ടിയിട്ട് മതി. എന്തോ ജോലി കിട്ടിയിട്ട് മതിന്ന്. അവൾ അങ്ങനൊക്കെ പറയും. വയസ്സ് 21 ആയി. പണിക്കരേട്ടുണ്ട് ഞാൻ പറഞ്ഞു നോക്കാം. ഒരു 5 മണിപ്പോ കൊടുക്കാം. ബാക്കി 6 മാസം കഴിഞ്ഞു. സമ്മതിച്ചില്ലെങ്കിൽ ഇവനെ വെക്കണം. ആ മനസ്സുണ്ടായാ മതി മോനെ. ദൈവം നിന്നെ നന്നാക്കും. കൊച്ചിയിൽ കടലക്കറി മണം. കടലക്കറി വേണമോ? കൊള്ളാമല്ലോ. അയ്യോ കടലക്രമണം അല്ല ചേട്ടാ, കൊച്ചിയിൽ കടലാക്രമണം. ഓ, തേവരപ്പാലത്തിൽ അററ കുററ പണികൾ. അയ്യോ അറ്റകുറ്റപ്പണികൾ. അറ്റകുറ്റപ്പണിയാ. വയറ്റിലുള്ള നേഴ്സിന് വരനെ ആവശ്യമുണ്ട്. എന്താണ്? വയറ്റിലുള്ള നേഴ്സിനെ, ഏ? കുവൈറ്റിലുള്ള നേഴ്സിനെ, കുവൈറ്റിലെ ഓ, കുവൈറ്റിലാണല്ലേ? ബെസ്റ്റ് പാർട്ടിയാ. അയ്യേ. എന്റെ ചേട്ടാ വയസ്സ് വരെ ആയില്ലേ, ഒരു കണ്ണാടി പോയി വെക്കാൻ നോക്ക്. ഫോർട്ട് കൊച്ചി കടപ്പുറത്ത് അജ്ഞാത യുവതിയുടെ ചീഞ്ഞളിഞ്ഞ ശവശരീരം. വായിച്ച് വായിച്ച്. ഇന്നലെ വൈകുന്നേരം ഫോർട്ട് കൊച്ചി കടപ്പുറത്ത് ഒരു യുവതിയുടെ ദുർഗന്ധം വമിക്കുന്ന ശവശരീരം കണ്ടെത്തി. പ്രായം മനസ്സിലാക്കാൻ കഴിയാത്തത്ര ജീർണിച്ചതായിരുന്നു ശവശരീരം. കഴുത്തിലും നെഞ്ചത്തും മുറിവേറ്റ പാടുകളുണ്ട്. മരണം സംഭവിച്ചിട്ട് 4 ദിവസങ്ങൾ കഴിഞ്ഞുവെന്ന് പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ പറയുകയുണ്ടായി. അപ്പൊ പെണ്ണായി ജനിക്കാത്ത എന്റെ ഭാഗ്യം അല്ലേ ചേട്ടാ? അല്ല, നീ ഇപ്പൊ ആണായിട്ടും വലിയ കാര്യമൊന്നുമില്ല. അങ്ങനെ കൊണ്ട് പറഞ്ഞു കൊടുക്കണ്ടേ ഏട്ടാ? ആണായാ ദേ ഇതുപോലെ ഇങ്ങനെ. വാലന് വിടറാ. അല്ലേ, ഇവനെന്താ ഇറച്ചിക്കാരനെ പറയാ പട്ടി കൂടിയ മാതിരി? ഒന്നും പറയണ്ട എന്റെ ആശാനെ. കോവിലിൽ നിന്ന് വരണ വഴിക്ക് വർഷാപ്പിൽ കയറുമെന്ന് അറിയാതെ ഒന്ന് പറഞ്ഞുപോയി. എന്നെക്കാട്ടിലും മുമ്പേ വണ്ടി കയറിയവനാണ്. അവിടെ ചെന്നപ്പോഴോ അഗസ്റ്റിൻ ചേട്ടന്റെ മോള് കോളേജിൽ പോയി. ഭാഗ്യവാൻ. ഭാഗ്യവാനല്ലടാ, ഭാഗ്യ ലോറി. ആ പിന്നെ നമ്മുടെ പച്ചിക്കൽ പാർട്ടിയില്ലേ യൂണിയൻ നേതാവ് കാർത്തികൻ, അയാൾ വരണുണ്ട്. ദേ പറഞ്ഞു നാറി. ഇനിയിപ്പൊ പിരിവ് തുടങ്ങും. ഞാൻ എന്റെ കാശിനുള്ള കൊടുക്കാം. ഞാൻ പോട്ടെ. വേഗം കൊണ്ടുപോയി ഷെഡ് കയറ്റിയിട്ട് എന്റെ അടുത്ത പ്രഖ്യാപനത്തിന് ശേഷം വണ്ടി പുറത്തിറക്കിയാൽ മതി. കാരണം കാരണം അതാ ഞാനും അന്വേഷിക്കുന്നത്. ഒരു സമരം തുടങ്ങാൻ കാരണം വല്ലതും വേണോ? താൻ കേരളത്തിലല്ലേ താമസം? പറഞ്ഞു കേട്ടാ മതി. വണ്ടി ഷെഡ് കയറ്റിട്ടോ. ഓ, എവൻ ഒഴികെ ബാക്കി എല്ലാവരും ഡീസന്റ്. എന്താ നമസ്കാരം പറയാ ഒരു വാലം? മാന്യ ഓട്ടോറിക്ഷ തൊഴിലാളി സുഹൃത്തുക്കളെ, ഇന്ന് ഉച്ചയ്ക്ക് 11 മണി മുതൽ സിറ്റിയിലെ ഓട്ടോറിക്ഷകളെല്ലാം കിടികടലോൽക്കടലമായി പണിമുടക്കിൽ ഏർപ്പെടുകയാണ്. ഇത് നേതാവ് കാളീശ്വരന്റെ പ്രഖ്യാപനമാണ്. കാരണം എന്തിനു നേതാവേ? കാരണം പറയണോ, ഇവിടെയുള്ള മറ്റ് യൂണിയനുകൾ, അതായത് അട്ടിമറി യൂണിയൻ പോലെയുള്ള യൂണിയനുകൾ സദാ പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് ജനങ്ങളുടെ ശ്രദ്ധ ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ആയതിനാൽ നമുക്കും വേണ്ടേ ഒരു ശ്രദ്ധാകർഷണം? വേണ്ട നേതാവേ. വേണ്ടേ? എനിക്ക് ഓരോരുത്തരുടെ ഓഫീസിൽ വന്ന് എന്നെ കണ്ടാ മതി. മാന്യ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ അറിയിലേക്ക് അഖില കേരള ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയനിൽ നിന്നും നേതാവ് കാർത്തികേയനെ പിരിച്ചുവിട്ടുകൊണ്ടുള്ള ഔദ്യോഗിക അറിയിപ്പാണിത്. അനധികൃതമായി ഓട്ടോ ഡ്രൈവേഴ്സിൽ നിന്നും യൂണിയന് വേണ്ടി പണപ്പിരിവ് നടത്തിയതിന്റെ പേരിലാണ് ഈ പിരിച്ചുവിടൽ നടപടി എന്ന് അറിയിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ വീരൻ കാർത്തികേയന്റെ പ്രലോഭനങ്ങളിൽ നിങ്ങൾ ആരും അകപ്പെടരുതെന്ന് യൂണിയൻ ഓഫീസിൽ നിന്നും ഔദ്യോഗികമായി അറിയിക്കുകയാണ്. ഡ്രൈവർമാരുടെ അറിവിലേക്ക് അഖില കേരള ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയനിൽ നിന്നും
നേതാവ് കാർത്തികേയനെ പിരിച്ചുവിടുന്നതായുള്ള ഔദ്യോഗിക അറിയിപ്പാണിത്. മന്ത്രിമാർക്ക് ഗൾഫിൽ പോയി പിരിവെടുക്കാം, അവർക്ക് പുറകിൽ കൂടി കാശ് മേടിക്കാം. ഞാൻ മാത്രം മുമ്പിൽ കൂടി കാശ് വാങ്ങിക്കുന്നതിൽ എന്താ തെറ്റ്? ഇതൊന്നൊരു അന്യായമാണ് സുഹൃത്തുക്കളെ. മാന്യ സുഹൃത്തുക്കളെ, ഞാൻ പണിമുടക്ക് പിൻവലിച്ചതായി പ്രഖ്യാപിക്കുകയാണ്. ഞാൻ ഉടനെ പാർട്ടി മാറും. എന്നെ ഒന്ന് ഗസ്റ്റ് ഹൗസ് വരെ വിടുവോ? നേതാവ് നടന്നു വയ്യാ മതി. അയ്യോ ഞാൻ കാറിൽ പോയി. എന്റെ അമ്മച്ചി. പുഷ്പുൾ ചെയ്തെന്ന് വരുന്ന തോന്നണേ. മിക്കവാറും അവൾ എന്റെ വണ്ടി തന്നെ കയറും. എടാ നിനക്ക് അവൾ ഒരു സിസ്റ്ററായി കണ്ടൂടെ? കണ്ടൂടാ. അയ്യോ, നിന്നെ നാക്കൊന്നു കിട്ടിയേ? കരിനാക്ക് അവിടെ ദേ വരുന്നു. ഒന്നല്ലോ. റെഡിയാ? എപ്പോഴേ റെഡി. ദാ മോനെ, മറ്റൊരു സീത കിട്ടും കാട്ടിലേക്ക്. പക്ഷേ ഈ സീത കിട്ടൂലട്ടാ. ഇപ്പൊ മതിയാ. ചേച്ചി പോയിക്കോ ചേച്ചി. ചേച്ചിക്ക് പറ്റിയ ഓട്ടത്തിന് കിട്ടി. സിൽക്ക് സിൽക്ക് സീത. സിലിക്കല്ല മോനെ, കോട്ടൺ. കോട്ടൺ സീത. സിനിമയിലല്ല, ജീവിതത്തില്. അപ്പൊ കോട്ടൺ മതി കേട്ടാ. അങ്ങനെ അവൾ RC ബുക്കും അവന്റെ കയ്യിലായടേ. അതെ. താനെന്താടോ നോക്കി വെള്ളം കുടിക്കണത്? നമുക്ക് പോവണ്ടേ? പിന്നെ ആ, വണ്ടി വിട്. ആ വണ്ടി ഞാൻ വിറ്റിട്ട് 4 മാസത്തോളായി. 5-6 വണ്ടി ഉണ്ടായിരുന്നു, ഒക്കെ കൊടുത്തു. ഒക്കെ കള്ളന്മാരാണെന്നേ. KL795-ന്റെ RTO ഓഫീസിലെ റെക്കോർഡ്സിൽ ഇപ്പോഴും നിങ്ങളുടെ പേര് തന്നെയാണല്ലോ കാണുന്നത്. ചില വണ്ടിക്കൊക്കെ കാലി സൈലക്ടറിൽ ഒപ്പിട്ടെടുക്കാണ് ചെയ്തത്. ബുക്കിലധികം പേര് വരാതിരിക്കാൻ അവർ മാറ്റി കാണില്ലായിരിക്കും. ബ്രോക്കർമാരല്ലേ. തൽക്കാലം ഞങ്ങൾ വിശ്വസിക്കുന്നു. പറഞ്ഞത് നുണയാണെന്ന് അറിഞ്ഞാൽ ഒന്നിനും മടിക്കില്ല. വരട്ടെ. എല്ലാ ഓട്ടോയുടെയും നമ്പർ നോട്ട് ചെയ്യണം. ശരി സാർ. ഒന്നും വിട്ടുകളയരുത്. ഓട്ടോടെ മാത്രമല്ല, സ്കൂട്ടറിൽ ഞങ്ങൾ നോട്ട് ചെയ്യുന്നുണ്ട്. ചുമ്മാ ഇരുടാ. ആ നമ്പർ നോക്കി. ഇറങ്ങി വാ. അവന്മാരോട് പോയി KL795-നെ കുറിച്ച് ചോദിക്കേ. യാതൊരു സംശയം തോന്നരുത്. പോ. യാതൊരു സംശയം തോന്നരുത്. എനിക്കറിയാം. എടേ ഇങ്ങനല്ലേ, യാതൊരു സംശയം തോന്നരുത്. സംശയം തോന്നിരുന്നു. എടേ KL795 ഓട്ടോ ഈ സ്റ്റാൻഡിലുണ്ടോ? എന്ത് 95 ഓട്ടോയോ? അതെ. കൂടി വന്നാ 10-15 ഓട്ടോറിക്ഷ കാണും. ഇങ്ങോട്ട് വന്നെടാ. വേഗം വിട്. വേഗം വിട്. എല്ലാവരും വേഗം വിട്. എന്താ പറഞ്ഞേ? പറഞ്ഞതൊക്കെ പിന്നെ പറയാം. ഇന്ന് ടൈപ്പില്ല. ഒരു മിനിറ്റ്. 1 അല്ല 2. അയ്യോ അമ്മ. ഞാനേ ഓട്ടോ അമ്മയല്ല ഓട്ടോ. അയ്യോ. നിക്കടാ അവിടെ. നിക്ക്. എന്താ അവിടെ കാണിച്ചേ? എന്തായിരുന്നു? എന്താ അവിടെ കാണിച്ചെന്ന്? നീ ഓട്ടം പോകുന്നില്ലേ? ആ, എന്നാ പോ. വണ്ടി എടുക്കടാ. അമ്മേ, എന്താടാ? ഞാനേ ഓട്ടം പോവാ. ആ, ഓട്ടോ വിറ്റിട്ട് പ്രകാശേട്ടൻ പിന്നെ എന്ത് ചെയ്യും? ഞാൻ വേറെ വണ്ടി വാടകയ്ക്ക് എടുക്കും.
വാടകയുടെ കാശ് പോകുന്നേ ഉള്ളൂ. എന്നാലൊരു പെണ്ണിനെ നോക്കാനുള്ള പൈസയൊക്കെ എനിക്ക് കിട്ടും കേട്ടോ. നിനക്ക് വല്ല ഇട്ട് തന്നിട്ട് വേണ്ടേ മതിലിനിപ്പുറത്തേക്ക് കൊണ്ടുവരാൻ? ഞാൻ മതിലിപ്പുറത്തേക്ക് വരാറുണ്ടല്ലോ. അയ്യോ അതല്ല, നാട്ടുകാർ കാണാൻ വരുന്ന കാര്യ പറഞ്ഞേ. എന്നാലേ എനിക്കിടാനുള്ളൊക്കെ തന്നിട്ടാ അച്ഛൻ പോയത്. എന്നാലും അങ്ങനെ അല്ലല്ലോ. നീ കയറ്, സ്റ്റോപ്പ് ഇടാം. ഈ സ്റ്റോപ്പിൽ വിട്ടാ മതി. പിന്നെ ഇന്ന് ടൈപ്പ് ഇല്ല എന്നുള്ളത് സുധയ്ക്ക് അറിയാട്ടോ. ഞാൻ പറഞ്ഞിരുന്നു. അതുകൊണ്ട് അവളോട് നുണയൊന്നും പറയണ്ട. അങ്ങനെ എങ്ങോട്ടാ സാറേ? അതൊക്കെ പറയാം, വണ്ടി എടുക്ക്. ഇവിടെ അങ്ങോട്ട് മാറ്റി നിർത്തും. വൈൻ ഷോപ്പിന്റെ അടുത്തോട്ട്. ഞാൻ അവിടെ ചെന്നിട്ട് ഒരു ഫുള്ളിങ് വാങ്ങിച്ചു വന്നേ. കാശൊന്നും വേണ്ടോ, ഞാൻ പറഞ്ഞാൽ മതി. ചേട്ടാ ഒരു ഫുള്ള് ബ്രാൻഡി. പോലീസുകാരനാ ചേട്ടാ. ഫുള്ളാ പറഞ്ഞു, നിങ്ങൾ കൊടുത്താൽ മതി. മതിയാ? സാറേ ഫുള്ള് തന്നില്ല, പൈൻ്റെ തന്നു. പൈൻ്റെ വണ്ടി എടുക്കണോ? അവിടെ നിർത്ത്. അങ്ങോട്ട് മാറ്റി നിർത്തോ. ഹോട്ടലിന്റെ അടുത്തോട്ട്. അവിടെ തന്നെ. എന്താ സാറേ? ഞാൻ ഹോട്ടലിൽ പോയി ഒരു ചിക്കൻ ബിരിയാണി വാങ്ങിച്ചോണ്ടോ. സാറേ എനിക്ക് ഓടാനുള്ളതാ. എന്താണോ നോക്കുന്നത്? പോയി വാങ്ങിച്ചോണ്ടോ. അമ്മയുടെ ബിരിയാണി. പാർസലിങ് കൊണ്ട് പണ്ടാറടങ്ങ്. എന്തോ ചെയ്യാനാ നമ്മുടെ ഒരു ഗതികേട്. ഇതിനൊക്കെ എവിടെ അതേ ആ കാറ് കിടക്കുന്നില്ലേ, അവിടെ അങ്ങോട്ട് നിർത്തിക്കോ. ചവിട്ട്. 2350. ശരി, ഇതാ വിട്ടോ. അല്ല സാറേ അപ്പൊ കാശ്? പോലീസുകാരനോടാണോ നീ കാശ് ചോദിക്കുന്നത്? എന്താ പോലീസുകാരൻ കയറി പെട്രോൾ ചെയ്യലാവൂലേ? മര്യാദക്ക് കാശ് എന്നിട്ട് പോണം. ഓസറി എന്റെ അടുത്ത് നടക്കത്തില്ല. നോക്കണ്ട, തലയിൽ തൊപ്പി വെച്ച അങ്ങനെയാ. ശരിയാ സാറേ, തൊപ്പി തലേ വെച്ച എങ്ങനെയാ? എന്നാ സാറേ ഇതും കാക്കി. പക്ഷെ കുറച്ചൊരു അന്തസ് ഈ കാക്കിക്ക് തന്നെയാ. അങ്ങനെ അവനെ കിടത്തി തൂക്കിയെടുത്തു ഒരു ഒറ്റ ഇടകം. എന്നിട്ട് ഇവന്റെ നല്ല സമയത്തിൽ അവൻ ചത്തില്ല. ചത്തിരുന്നെങ്കിൽ നിന്നെ തപ്പി അവന്റെ കട്ട പോകാം. നീ അറിഞ്ഞില്ലേ? എടാ നമ്മുടെ സ്വർണ്ണക്കടക്കാരനടാ പൈ, സദാനന്ദ പൈ. അയാൾക്ക് ഭ്രാന്ത് മുത്ത് ഡാക്ടറെ തൂക്കി കിടത്തിയിട്ടത്. ഭാഗ്യത്തിന് അയാൾ ചത്തില്ല. നിർത്ത്. എത്രയായി? 15 രൂപ. 15 രൂപയോ? ഞാൻ സ്ഥിരം വരാറുള്ളതാ. 7 രൂപയിൽ കൂടുതൽ ഞാൻ കൊടുക്കാറില്ല. അതൊക്കെ പണ്ടത്തെ കഥ. ചാർജ് കൂടിയൊന്നും സാർ അറിഞ്ഞില്ലേ? ഞാൻ ഇന്നലെയും കൊടുത്തതാ 7 രൂപ. വാടാ, കളിക്കാണ്ട് കാശെടുത്ത് സാറേ. എല്ലാരും കൂടി വന്ന നാറൂട്ടാ. കൊടുക്കാൻ പറട്ടെ. എന്താ പ്രശ്നം? അല്ല, ജോസ് ജംഗ്ഷൻ ഇവിടം വരെ വരാൻ 15 രൂപ ചോദിക്കുന്നു ഇയാള്. സാറേ, നേരും നെറിയുള്ള പാവപ്പെട്ട ആട്ടോക്കാരുടെ മുഖത്ത് താറടിച്ച് കാണിക്കുന്നത് ഇവനെ പോലത്തെ കള്ള പന്നികളാണ്. സാറ് 7 രൂപ കൊടുത്താട്ടെ. ഓട്ടോക്കാരിൽ നല്ലവരെ കൂടുതലും. പോടാ. എടാ ഓട്ടോക്കാരെന്ന് കേട്ടാ ജനത്തിന് പുച്ഛമാണ്. കാണുകാരാണെന്നോ നിന്നെ പോലുള്ള പിടിച്ചു പറിക്കാർ. എടുക്കണോട്ടി
വണ്ടി പോവാ ഇങ്ങോട്ടാ ഈ കച്ചിരിപ്പടിയാണ് തിലകൻ നമുക്ക് പോയി പരിചയപ്പെടാറാ നമസ്കാരം നമസ്കാരം വണ്ടി വന്നില്ലേ എന്റെ മോനൊരുത്തനുണ്ട് അവനോട് കാറ് കൊണ്ടുവരാൻ പറഞ്ഞതാ ഇങ്ങാണ്ട് വായി നോക്കി നിൽക്കുക കുടുംബ വിശേഷം കാലക്കേട്ട കലക്കിയോ അല്ല നന്നായിട്ടുണ്ടെന്ന് ആ ഞാൻ വിചാരിച്ചു ഈ വെള്ളം കലക്കുന്ന പോലെ ആകെ 3 പ്രാവശ്യം കണ്ടു സാർ 3 പ്രാവശ്യം കണ്ട പോവാനാ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് വരാണ് സാർ അതെ ഏതാ പടം തമിഴ് പടം എന്താ മലയാളത്തിൽ ഔട്ടായ മലയാളികൾക്ക് എന്നെ വേണ്ടെങ്കിൽ പിന്നെ തമിഴന്മാരുടെ കഞ്ഞിങ്ങനെ കുറിച്ച് ജീവിച്ചോട്ടെ ദേഹത്തോട്ട് കളിക്കരുത് പറഞ്ഞേക്കാം ഞാൻ വേണേ ഹോട്ടലിലേക്ക് സാറേ ഞാൻ ഹോട്ടലിലേക്ക് വിടാം വേണ്ട വേണ്ട ലേറ്റ് അടുത്തല്ലേ എനിക്കൊരു വെയിറ്റ് പോയി സാർ മോനിപ്പോരും ഇത് വെപ്പാണോ സാർ തലയെ തൊടല്ലേ ഒന്ന് മാറി മോനെ കാണുന്നില്ല ആ അതാ ഞാനും നോക്കുന്നേ ഞാൻ വേണേ ഹോട്ടലിലേക്ക് വിടാം വേണ്ട വണ്ടി വരും സാറേ എലൈറ്റ് ഇവിടെ അടുത്താ വണ്ടി വരുമെന്നേ എനിക്കൊരു വെയിറ്റ് ആയിരുന്നു സാർ വണ്ടി വരും ആ സാറേ ദേ വണ്ടി വന്നു സാറ് ഇത് ഓടിക്കുന്നു ഇല്ല നീ തന്നെ ഓടിച്ചു സാറിന്റെ മോനല്ലേ അതെ. എന്താ പേര് ഇല്ല മോളെ അവിടെ വെച്ചു വരട്ടെ അതേ മോച്ചായ സാറിന്റെ മോളാണല്ലേ എന്റെ മോള് തന്നെ സോണിയാത്തിലെ മതിരാ ആ വിടനിയാ പോട്ടെ പോട്ടെ ഒക്കെ എത്ര കുളം കണ്ടതാ സാറേ ശരി എന്നാ ഓക്കെ കാണാം ചാണാപ്പൊളി നാറിയില്ലടാ അയാൾക്ക് എങ്ങനെയുണ്ട് നിന്റെ മോച്ചായ വന്നേ ഓടാ ഒക്കെ എത്ര കുളം കണ്ടതാ എന്ത് പറ്റിയടാ ഐസൊക്കെ വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ലടാ ആ ശരി എല്ലാം കൂടെ ഒന്ന് തള്ളു എന്താ വേണ്ട നീ തള്ളണടാ ചുളക്കുട്ടാ നിനക്ക് മരുന്ന് വാങ്ങിക്കാൻ പൈസ എന്റെ ഇല്ല കേട്ടാ നീ തള്ളടാ ആഹാ ദാണ്ട വരണ പുഷ്പുൾ ബെസ്റ്റ് കടി അയ്യോ അയ്യോ ആ ഹലോ സീത ചേച്ചി ഒന്ന് പുഷ് ചെയ്ത് തരുമോ നല്ല ഐശ്വര്യമുള്ള കൈയല്ലേ എന്തിനാ പുഷ് ചെയ്യണേ പേര് പറഞ്ഞപ്പോ തന്നെ സ്റ്റാർട്ട് ആയത് കണ്ടോടാ ഞാൻ അഗസ്റ്റിൻ ചേട്ടനെ കണ്ടിട്ട് വരാം ഞാൻ വരടാ നീ പോണ്ട നിന്നെ കൊണ്ട് നീ ചെറിയൊരു ആവശ്യം വാ 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 ചേച്ചി നമുക്ക് പോവാം സത്യം പറയാലോ ചേച്ചി കയറിയ അന്നത്തെ ദിവസം എനിക്ക് കുശാല എന്റെ വണ്ടിയുടെ പേരും ചേച്ചിയും തമ്മിൽ നല്ല മാച്ചാ മോനെ ബാബു എന്റെ കയ്യും നിന്റെ കവിളും നല്ല മാച്ചാ അതുകൊണ്ടേ എന്റെ അടുത്ത് ഈ ഊത്തൊന്നും വേണ്ട കേട്ടോ നമുക്ക് പോവാം വണ്ടിയുടെ അസേട്ടോ അസേട്ടോ എന്ത് വിളിയാണിത് മരിച്ചെടുക്കുന്ന ആൾക്കാർ കണ്ണൂർന്ന് പോയല്ലോ ഇതിനുള്ളിൽ ഉണ്ടായിരുന്നു ചേട്ടോ ഇവന് ഭയങ്കര മിസ്സിങ് നിന്റെ വണ്ടിക്ക് മാത്രമല്ല അവനുണ്ട് ചെറിയൊരു മിസ്സിങ് നീ വാ ആ, ഇനി പറഞ്ഞു എന്താണ് പ്രശ്നം ഓ കാലത്തെ വിട്ടല്ലേ ആ അത് പതിവുള്ളതല്ലേ എണീക്കുമ്പോ തന്നെ 2 പെഗ് ബ്രെഡ് ബ്രാൻഡി എന്ത് 2 പെഗ് ബെഡ് ബ്രാൻഡി എടാ മോനെ മഹാത്മാഗാന്ധി പറഞ്ഞു മദ്യം ശത്രുവാണ് ആ, യേശു ക്രിസ്തു പറഞ്ഞു ശത്രുവിനെ സ്നേഹിക്കണമെന്ന് ആ. അതല്ലേ ഞാൻ യേശു ക്രിസ്തു പറഞ്ഞ പോലെ ശത്രുവിനെ സ്നേഹിക്കുന്നതും സേവിക്കുന്നതും അല്ല ആ അപ്പൊ നിന്നെ പോലെ തന്നെയാണ് അഗസ്റ്റിൻ ചേട്ടനും അത് അല്ലെ യേശു ക്രിസ്തു പറഞ്ഞിട്ടുണ്ടേ ആ. നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കാൻ ഉം. പക്ഷെ ഇവിടെ ചെറിയൊരു വ്യത്യാസം മാത്രം ഉം. നീ അയൽക്കാരനെ സ്നേഹിച്ചില്ല പകരമുള്ള മോളെ സ്നേഹിച്ചു അത്രയല്ലേ ഉള്ളൂ അയ്യട്ടെ വട്ടായിട്ട് എന്താ എനിക്ക് ആ അത് പോട്ടെ വണ്ടി ഇപ്പൊ കയറ്റി എപ്പോ തരും നീ വണ്ടി കൊടുക്കാൻ പോണല്ലേ ആ ലാസ്റ്റ് എന്ത് കിട്ടണം ചേട്ടൻ അറിയാലോ 90 മോഡലാ ഒരു 50 രൂപയിലും കിട്ടും ഓ അത് ശരി ആഞ്ചിൽ പേരൊക്കെ സ്വർണം കൊണ്ടുണ്ടാക്കിയായിരിക്കും മോനെ പ്രകാശ കൂടി വന്ന 40 രൂപ അങ്ങാട് കിട്ടും ചേട്ടാ അത് ഒരു 10 രൂപയുടെ കാര്യമല്ലോ നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും ശരി 40 രൂപയിൽ കൂടുതൽ ഈ വണ്ടിക്ക് കിട്ടൂല അല്ല ചേട്ടൻ തുറന്ന് പിടിച്ച ഒരു കിട്ടൂലെന്ന് പറഞ്ഞില്ലേ ആ. ഇതുണ്ട് എടാ മോനെ കണ്ണിന് ഓവർലോഡ് കൊടുക്കല്ലേട്ടാ പിച്ച ട്യൂബ് കത്തിപ്പോവും ഓർമ്മയിരിക്കട്ടെ വലിയ കാര്യം ഉണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ലെഗിന്റെ ആകാൻ വഴിയില്ലേട്ടാ അതെനിക്ക് മനസ്സിലായി ആ സിൽക്ക് വരുന്നുണ്ട് എങ്ങനെ മനസ്സിലായി ഞാൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. ആ ശരി ചേട്ടാ ഞാൻ വണ്ടി ഏൽപ്പിക്കാൻ വന്നാ ഉച്ചവരെ ഓടിയുള്ളൂ അതുകൊണ്ട് വാടക പകുതിയുള്ളൂ ഇന്നലത്തെ ഇന്നത്തെ ഉണ്ട് എന്താ പ്രശ്നം ഭയങ്കര മേലുവേദന മനസ്സിലായി ഏതാടാ പുതിയ പടം എന്നാ പോട്ടെ അപ്പൊ ചേട്ടാ മിസ്സിംഗ് മാറ്റിട്ട് തരും ഞാനൊരു 2 മണിക്ക് വരും അല്ലെങ്കിൽ ഏലിയാസിനെ കൊടുത്തിട്ടാ മതി എടാ നിക്ക. നിക്ക് ഞാനുണ്ട് കോട്ടച്ച അല്ല ആശാന നല്ല ഏലിയാസാണ് കാലത്തെ ഓട്ടോറിക്ഷയുടെ വാടക പിരിക്കാൻ വിട്ടാണ്
ഇതുവരെ എത്തിയിട്ടില്ല. ഇനിയിപ്പോ അവന് വല്ലവരും പിടിക്കണ്ട. ശരിയാവണില്ലല്ലോ. 10, 20, 30, 40, 50, 60, 70, 80, 90, 100. പേര് ഏലിയാസ് എന്നാണെങ്കിലും സ്വഭാവം തൊരപ്പന്റേതാണ്. അവനല്ല അവന്റെ അപ്പൂപ്പന്റെ കയ്യിൽ നിന്ന് മേടിക്കൂലേ ഞാൻ വാടക. ഇനി വേറെ കുറെ പിശാചുക്കളെ പിടിക്കാനുണ്ടല്ല. 22, 22, 22, 20, അയ്യോ 23, 23, എന്തിനാണ് ഒരു കാര്യം എന്നെ തലക്കിട്ട് അടിച്ചത്? 24. പ്രാന്തനാണല്ലേ. സോറി കേട്ടോ, ആളെ മനസ്സിലായില്ല. കണക്കിപ്പോഴാണ് ശരിയായത്. 25, 25. ഏലിയാസിനെ അവൻ എണ്ണം പഠിപ്പിക്കാൻ പോകുന്നു. എവിടെ പോടാ ഇലിയാസേ? ഒരു ചെറിയ സാധനം വെള്ളത്തിൽ കളയാൻ പോയതാണ്. എന്ത് സാധനം? ഞാനത് നിന്നെ പറഞ്ഞു വേണ്ടി അയ്യേ നശിപ്പിച്ചു. അങ്ങനെ വിട്ടാൻ പറ്റൂലല്ലോ. എന്തിനാടാ നമ്പർ? ഒന്നും ചെയ്യാനല്ല. ഇനി ആ കാറ് കാണുമ്പോ മാറി കണക്കാല. എന്നെ പോട്ടെ ബൈ. മാറി പെട്ടെന്ന് എടുക്കുകയാണ് വായെല്ലാം വലിയ വരാതിരിക്കുന്നു. ഓംലെറ്റ് കൂടി വേണം. ദോശ കിട്ടില്ലല്ലോ. എന്റെ ഒരു അഭിപ്രായത്തില് നീ ഇപ്പൊ വണ്ടി കൊടുക്കണ്ടെന്നാണ്. അല്ല, ഒരു കാര്യം നോക്കുമ്പോ വണ്ടി കൊടുക്കണാണ് നല്ലത്. വാടക എടുക്കാമല്ലോ. അഗസ്റ്റിൻ ചേട്ടൻ തരാമെന്ന് വരുന്നുണ്ട്. അത് ശരിയാ, ആ വണ്ടിക്ക് നല്ല വിലയും കിട്ടും. ഒറ്റ STD വിളിച്ചാൽ മതി, ബക്കരൊക്കെ പറഞ്ഞു എത്തും. കേരളം മുഴുവൻ നടന്ന് കച്ചവടം നടത്തുന്ന ആളല്ലേ. ഒരു 5 ചായ. യുവമാരെ കണ്ടിട്ട് ഓട്ടോറിക്ഷ ഡ്രൈവർമാരെ പോലെ ഉണ്ടല്ലോ. വാ ചോദിക്കാം. നിങ്ങൾ ഏത് സ്റ്റാൻഡിലാ കിടപ്പ്? നമ്മൾ സ്റ്റാൻഡിലല്ല സാറേ, വീട്ടിലാണ് കിടപ്പ്. ഓഹോ, നല്ല ഭാവിയുണ്ട്. പക്ഷെ കണ്ടാ തോന്നില്ല. ഞാൻ ചോദിച്ചത് ഓട്ടോയുടെ കാര്യമാണ്. നോർത്ത് റെയിൽവേ സ്റ്റേഷനില്ല. എന്താ? അതെ, ഈ KL 795 രജിസ്ട്രേഷനിൽ അവിടെ ഒരു ഓട്ടോ ഓടുന്നുണ്ടോ? അറിയാൻ മേല സാറേ, എന്താ കാര്യം? ഏയ് ഒന്നുമില്ല, എന്റെ ഒരു പരിചയക്കാരന്റെ വണ്ടിയാണേ. അല്ലേ അല്ലേ? പ്രശ്നമാണല്ലേ. അതേടാ, നിനക്ക് അവരെ വല്ല പരിചയമുണ്ടോ? എനിക്ക് ഇവിടുന്ന പരിചയം. പിന്നെന്താ പേര്? പറയാനെന്താ വയ്യാതെ? നീ ബക്കർക്ക് വിളിച്ചടാ. ഓ, എത്ര നേരായത്. ഇവന്റെ അമ്മായിയുടെ മോനാൻ തോന്നുന്നു. ഏതെങ്കിലും മുമ്പിലായിട്ട് കത്തിവെച്ചോണ്ടിരിക്കുകയായിരിക്കും. തോൽപ്പണം കേട്ടവൻ. നീ അല്ലടാ അവൻ. ഓ, ഇവനെയൊക്കെ. മിനിയാന്ന് ആ സൗത്തിൽ നിന്ന് അന്വേഷിച്ചെന്ന് ശേഖരൻ എന്നോട് പറഞ്ഞു. നമ്മുടെ സ്റ്റാൻഡിൽ വന്നപ്പോ ശങ്കരേട്ടൻ മാത്രമേ ഉണ്ടായിരുന്നല്ലോ. ഏതായാലും നീലാഞ്ഞ് ബാക്കിയായി. എന്തായാലും പ്രകാശ, എന്തൊരു പ്രശ്നമുണ്ട്. നിനക്കൊരു പിടിയും കിട്ടുന്നില്ലേ? ഒന്ന് ശരിക്കും ഓർത്തു നോക്ക്. വല്ല CC ബാലൻസോ അതോ ഇനി വല്ലവരും തട്ടുക മുട്ടുക മറ്റോ? ഒന്നുമില്ലെന്നേ, ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. എന്തായാലും എത്രയും വേഗം തട്ടിക്കളയാം. ബക്കറൊക്കെ ആവുമ്പം ഈ നാട്ടിൽ തന്നെ വണ്ടി വയ്ക്കോളൂ. അത് ശരിയാ. ആള് പോയി, നീ ചെന്ന് വിളി. 0495623662. ഹലോ, എറണാകുളത്ത് STD ആണ്. ബക്കറൊക്കെ ഉണ്ടോ? വേഗം കൂടെ ആളുണ്ട് കേട്ടാ. ഉണ്ണിയാണ്. ഓ, ശങ്കരൻകുട്ടി ആശാന്റെ ഉണ്ണി. ഒരു കോളത്തിട്ടുണ്ട്. ഒരു 90 മോഡൽ വാക്കൻസി. ശരി, അപ്പൊ എല്ലാം നേരിട്ട് സംസാരിക്കാം. ഓ, വയ്ക്കട്ടെ. എന്തായി? എന്തായിന്ന്? പൈസ കൊടുറാ. എന്താടാ? ആള് നാളെ എറണാകുളത്ത് ലാൻഡ് ചെയ്യുന്നു. എന്തോന്ന്? പൈസ കൊടുറാ. ഓയിൽ ചെലവ് ഇത്തിരി കൂടുതലാണല്ലോ മക്കളെ. എന്റെ അസല കണ്ടീഷനാ. ഇക്ക വേണമെന്ന് ഓടിച്ചു നോക്കി. ഏയ് അതിന്റെ ആവശ്യമൊന്നുമില്ല. വണ്ടി ഓടിക്കാതെ തന്നെ ബക്കർ ഊതിയിട്ട് കണ്ടീഷൻ പറയും. അതാണ് ബ്രോക്കർ ബക്കർ. ആട്ടെ, ഒരു 30 നടക്കുവോ? നടക്കും, താൻ നടക്കും. ചിരിക്കണ്ട, ആശാൻ എന്റെ പണി എന്നതല്ലേ നടക്കല്. മോനെ പ്രകാശ, ഞാനൊരു 35 ഉറുപ്പ്യ കണ്ടിട്ടുണ്ട് ഇതിന്. എന്നാ കുറിച്ചോ 2000 ഉറുപ്പ്യ അഡ്വാൻസ്. ബാക്കി കാശും കൊണ്ട് 10 ദിവസത്തിനകം വണ്ടി എടുക്കാൻ ആളെത്തും. ചിലപ്പോ ഞാൻ കാണില്ല, പക്ഷെ എന്റെ ഷീറ്റ് കാണും. എടാ അരക്കപ്പേ, എന്റെ വണ്ടി കൊടുക്കണം. കൊടുക്കാലോ. വണ്ടി എവിടെ? കിടക്കുന്നു. കാണിക്ക്. അവന്റെ വില കള്ളന്മാരെ ബോംബുള്ള പോലെ.
എന്നെ കാട്ടി വലിയ ആളാ. എനിക്കെന്തിനാ അങ്ങോട്ട് വയ്ക്കോ. ഓ പിന്നെ തെറ്റിച്ച് വണ്ടി കൂടെ ഇതാണ് ഇതിന്റെ അപ്പോൾസ് പോക്കാണല്ലോ. KL7 അല്ലേ? അതെ അതെ. ഒരു 25 ഉറുപ്പ്യ. അയ്യോ അത് തീരെ കുറഞ്ഞു പോയി. ഇതേത് ബ്രീസാണ്? ഇതിനുള്ളിൽ ഔട്ടിച്ച് വെറുതെ നടത്തിയിട്ട് കിട്ടാത്ത ഇത്. അല്ലെങ്കിൽ ഇക്കാക്ക് എന്താ കാര്യം? ആഹാ എടാ, 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 എടാ. നീ എന്റെ വണ്ടി കച്ചവടാക്കാൻ പോണെയാണല്ല. ഇക്കണക്കിൽ പോയി കഴിഞ്ഞാ നീ നിന്റെ അപ്പനമ്മേനെ വരെ വെക്കാൻ പറ്റില്ല. കോപ്പേ ഏയ് വെറുതെ ആണെന്നേ, ഞാൻ പക്കർക്കാരെ കളിയാക്കിയതല്ലേ. അപ്പൊ നീ നമ്മള് ഇപ്പൊ മനസ്സിലായോ? മൂച്ചെടുത്താൽ എന്റെ ക്ലച്ചും ഗിയർ ബോക്സും നമ്മളെ കയ്യിലിരിക്കും. അവിടുന്ന് വിട്ടുപിടിക്ക. അങ്ങനെയാണെങ്കിൽ നീ നാളെ ചെറുക്കനെ ഒന്ന് പോയി കാണണം. മിക്കവാറും ആളിനെ ഞാൻ കണ്ടിട്ടുണ്ടാവണം. RT ഓഫീസ് ഞാൻ പോകാറുള്ളതല്ലേ. RT ഓഫീസിലെ പ്യൂണെന്ന് പറഞ്ഞാലേ RT ഒക്കെ വരുമാനോ. അതെ, പിന്നെ ഒരു കാര്യം, ഞങ്ങളൊരു 10 പേരുടെ വണ്ടിയുടെ ടാക്സ് ക്യൂവിൽ നിൽക്കാതെ അടുപ്പിച്ച് തന്നേക്കണം. രാധയോ ഇങ്ങ് കേറുവാ മോളെ. എന്താ കോള്? സുധയ്ക്ക് കൊടുക്കാൻ കുറച്ച് കരിമീൻ കറി കൊണ്ടുവന്നതാ. പൊന്നുമോള് പറഞ്ഞു വിഷമിക്കണ്ടേട്ടോ, നേരെ കൊടുത്തേര്. ആ എന്തായി മോളുടെ ജോലിയുടെ കാര്യം? അത് പറയാനും കൂടിയാ ഞാൻ വന്നേ. ജോലി ശരിയായി. അത് നന്നായി. നാളെ മുതൽ ചെല്ലാൻ പറഞ്ഞു. എവിടെയാ? സൗത്തിലെ ഹാൻഡെക്സിന്റെ കടയില്ലേ, അവിടെ സെയിൽസ് ഗേളായിട്ട്. അതേതായാലും കൊള്ളാം. ഒരാള് സൗത്തിലും ഒരാള് നോർത്തിലും. അമ്മ വിളിക്കുന്നോ? ഞാൻ പോട്ടെ. സ്നേഹമുള്ളോളാ. പറ്റുമെങ്കിൽ 2 കല്യാണം ഒരുമിച്ച് നടത്തണം. 2 കല്യാണവും ഒരുമിച്ച് നടത്തണമെന്ന് അമ്മ പറയുന്നത്. അതൊക്കെ പോട്ടെ. ജോലി കിട്ടിയതിന്റെ ചെലവോടെ ഞാൻ എന്നെ തന്നെ തരുകയല്ലേ, പിന്നെ എന്തിനു പ്രത്യേകിച്ചൊരു ചെലവ്? ഏതായാലും ചോദിച്ചതല്ലേ. വയറ് നിറയെ ബിരിയാണി വാങ്ങിച്ചു തന്നേക്കാം. ബിരിയാണി ഒന്നും വേണ്ട മോളെ. അയ്യോ അയ്യോ അയ്യോ. കാലത്തെ തുടങ്ങിയ കാവടി. അമ്മേ ഒരു ചെലവിനുള്ള വഴി വന്നിട്ടുണ്ട്. പാർട്ടി കൊടുക്കണം. ഇന്നലെ രാത്രി ബക്കറൊക്കെ വിളിച്ചിരുന്നു. അയാൾ കച്ചവടം ഒഴിച്ചെന്ന്. ഞാൻ എന്തൊക്കെ കണക്കൂട്ടിയാന്നറിയോ? എന്താ കാരണം എന്ന് പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല. അതിന് വേറെ വഴിയുണ്ട്. നിനക്ക് വണ്ടി വിറ്റാ പോരെ, കാശ് കിട്ടിയാ പോരെ. അപ്പൊ ആദ്യം 2000 രൂപ അടിച്ചു പൊളിക്കാം. നമുക്ക് നെട്ടൂർ ഷാപ്പിൽ പോയി കള്ളും കരിമീനും കപ്പലും അടിച്ച് പിരിയാം. അവൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അഡ്വാൻസ് വാങ്ങിച്ചോണ്ടിരുന്നാൽ നമ്മുടെ ഞം കുശാൽ അല്ലേ? മീറ്ററിലേക്ക് നോക്ക്, ബ്ലേഡ് അല്ല. എടാ നമ്മുടെ ബാബു അല്ലേ ഒരു ലോറി ഡ്രൈവറുമായിട്ട് സംസാരിച്ചോണ്ടിരിക്കുന്നത്? കമ്മീഷണറുടെ മോളല്ല, ഇനി ദൈവം തമ്പുരാന്റെ മോളായാലും ശരി. 20 രൂപയ്ക്കുള്ള ഓട്ടം ഞാൻ ഓടിയുണ്ട്. മര്യാദയ്ക്ക് കാശ് തന്നിട്ട് പോ. താൻ എന്നെ മര്യാദ ഒന്നും പഠിപ്പിക്കണ്ട. കള്ളമീറ്റും കൊണ്ട് നടക്കുന്നു. ഞാൻ ആദ്യമായിട്ടല്ല, സ്ഥിരം വരുന്ന ആളാ 10 രൂപ കൊടുക്കാറ്. പെങ്ങളെ ഓട്ടോക്കാർക്കും പട്ടണി മാറ്റണ്ടേ? അവൻ പൊക്കോട്രാ. പട്ടിണി മാറ്റണ്ടേ, വീട്ടിൽ റേഷൻ വാങ്ങാൻ ഇത്തിരി കാശു കൊടുക്കണ്ടേ. മിനിമം ഇനി കട്ടായമായി 10 നമ്പർ അടിച്ച് ഇറങ്ങി നടക്കാൻ ലാർജ് ഭൂഷണ്ടേ. മിനിമം ഇനി കട്ടായമായി 10 ഓട്ടോ ഓട്ടോ ഓട്ടോക്കാരൻ നഗരം ചുറ്റുമ്പോൾ പെട്രോൾ ടാങ്കിൽ സ്വല്പം ഡീസൽ ചേർത്താൽ പ്രശ്നം. ഓടിയൊരു ഗട്ടറിൽ വീണാൽ മേലുകീഴെല്ലാം പ്രശ്നം. കിത കിത കിതക്കണ പഴഞ്ചനോട്ടോ കുടുകുടു പായണ റിയറഞ്ചിനോട്ടോ. ഓട്ടോ ഓട്ടോ ഓട്ടോക്കാരന് പട്ടിണി മാറ്റണ്ടേ, വീട്ടിൽ റേഷൻ വാങ്ങാൻ ഇത്തിരി കാശു കൊടുക്കണ്ടേ.
കളിച്ചെങ്കിൽ ഞങ്ങൾ പറപ്പിക്കുമെല്ലാം റോഡിന്റെ മക്കൾ എന്നും ഭയമില്ല തെല്ലും കാറ്റുകൾ കെട്ടി കെട്ടിപ്പൊക്കും തോണ്ടിത്താടുകളിൽ ഓട്ടോക്കാരന് മന്തിയുറങ്ങാൻ കൂരയൊരുക്കണ്ടേ കളിച്ചെങ്കിൽ ഞങ്ങൾ പറപ്പിക്കുമെല്ലാം റോഡിന്റെ മക്കൾ എന്നും ഭയമില്ല തെല്ലും മതങ്ങളില്ല മതിലുകളില്ല ജാതികളില്ല ഓട്ടോകളൊന്ന് പറപറന്നോടും ലാംബ്രട്ടയോട്ടോ ചടുകുടു കളിക്കും ബാക്കെഞ്ചിലോട്ടോ ഓട്ടോ ഓട്ടോ ഓട്ടോക്കാരന് പട്ടിണി മാറ്റണ്ടേ വീട്ടിൽ റേഷൻ വാങ്ങാൻ ഇത്തിരി കാശു കൊടുക്കണ്ടേ വെറും പെട്ടിയല്ല പണപ്പെട്ടിയല്ലോ ഓ നാടായ നാടും താണ്ടി കുതിച്ചോടുമോട്ടോ ഓട്ടോക്കാരന് നഷ്ടപ്പെടുവാൻ പുത്തൻ പണമില്ല ഓട്ടോക്കാരന് കിട്ടാനുള്ളത് പുതിയൊരു ലോകം വെറും പെട്ടിയല്ല പണപ്പെട്ടിയല്ലോ ഓ നാടായ നാടും താണ്ടി കുതിച്ചോടുമോട്ടോ കടങ്ങളില്ല കടിപിടിയില്ല റോഡിൽ വന്നാൽ ഓട്ടോകളൊന്ന് പറപറന്നോടും ലാംബ്രട്ടയോട്ടോ ചടുകുടു ഓടും ബാക്കെഞ്ചിനോട്ടോ ഓട്ടോ ഓട്ടോ ഓട്ടോക്കാരന് പട്ടിണി മാറ്റണ്ടേ വീട്ടിൽ റേഷൻ വാങ്ങാൻ ഇത്തിരി കാശു കൊടുക്കണ്ടേ ഓട്ടോ ഓട്ടോ ഓട്ടോക്കാരന് പട്ടിണി മാറ്റണ്ടേ വീട്ടിൽ റേഷൻ വാങ്ങാൻ ഇത്തിരി കാശു കൊടുക്കണ്ടേ അടിച്ച് ഫീലല്ലേ ഇപ്പൊ പറഞ്ഞ മോനെ പ്രകാശ അടുത്ത വെള്ളിയാഴ്ച ഓട്ടോ കൊണ്ടാൻ ആള് വരും ഞാൻ ഇപ്പൊ തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന വഴിയാ കച്ചവടം മുടങ്ങി പറഞ്ഞിട്ട് കച്ചവടം മുടങ്ങി ആര് പറഞ്ഞു ഏതെലി ഇപ്പൊ മനസ്സിലായ ഫോൺ അടിച്ചതിന് കാരണക്കാരൻ ആരാണെന്ന് ഫോൺ ചെയ്തത് മക്കൾക്കല്ല ഞാനാണ് ടിക്കിടിക്കിടാ, പറ്റിച്ചേ പറ്റിച്ചേ എന്റെ 2000 എടാ പ്രകാശ ഒന്ന് വന്നേടാ. ഏട്ടാ ഞാനൊന്നും തന്നില്ലെന്ന് വേണ്ട, നിന്റെ അപ്പനെ കൊണ്ട് കൊടുക്ക്. ശരി ഏട്ടാ, പോയി വന്നിട്ട് കൊടുക്കാം. എന്താടാ പ്രശ്നം? ഒന്നുമില്ലേട്ടാ, വേഗം കേറ്. ആരും അറിയാൻ പോണില്ലെന്നേ, നമ്മള് മാത്രമല്ലേ ഉള്ളു മോളെ. പേടിയാവുന്നു. നീ അകത്ത് പോയിക്കോ. തുറക്കു വാതില്. അകത്തിന് പോവാനല്ലേ പറഞ്ഞത്? വാതിൽ തുറക്കുന്നു. വരുന്ന് കഴിവറ മോനെ. എന്താടാ ഇത്? നീ എന്താണ് വിചാരിച്ച? ആരും അറിയില്ല. ബാബു ബാബു, ഇപ്പൊ ഇവിടെ വെച്ച് പ്രശ്നം ഉണ്ടാക്കി വെക്കാം. കുഴപ്പം എന്ന് വെച്ച് നീ രക്ഷപ്പെട്ടു കരുതണ്ട. തന്തയ്ക്ക് പറക്കാത്ത തേണ്ടി പാടി പോയി മുരിക്കെ കയറ പന്നി. ഗുഡ് മോർണിംഗ് സാഹിബേ. ഓട്ടോ റൈറ്റ്, ജോളി റൈറ്റ്. മൈ വണ്ടി ഈസ് എ ഓട്ടോ. എടാ ഉണ്ടി, ഒരു കോളത്തുണ്ട്. ഓ സോറി സാഹിബേ, വൺ കോൾ. ഇംഗ്ലീഷ് അറിഞ്ഞൂടാ, നീ എന്ത് ചെയ്യാനാണ്? സാഹിബിനെ ഞാൻ വിളിക്കാം. സാഹിബേ, യു ആർ മലബാർ ഹോട്ടൽ. How much want? I want 8 only. What? ഓട്ടോ വരുന്നുണ്ടോ? അയ്യോ, ആദ്യം കിടക്കുന്ന ആ വണ്ടിയാണല്ലോ, അതീ കയറിക്കോ. അത് പഴയതല്ലേ, ബാക്ക് എഞ്ചിൻ തന്നെ വേണം. കാക്കനാട് വരെ പോകേണ്ടതാ. ആരുമില്ലതെ നീ പോക്കോ. പ്ലീസ്. ശരി, കയറിക്കോ. എടാ വേന്ദ്ര, അയാൾ എന്താ അതിൽ തന്നെ കയറി പോയത്? അയാൾ എന്താ പറഞ്ഞത്? അയാൾക്കേ ആ ബാക്ക് ഞാൻ തന്നെ വേണോന്ന്. നമുക്കൊന്ന് പോയി നോക്കിയാലോ ആശാനെ? എന്റെ മനസ്സിലും ഒരു വല്ലായ്മ. പോയി നോക്കാം. എന്നാ പോവാ. വാ, വരീടാ. ഇതാ പോസ്റ്റിന്റെ അടുത്ത് നിർത്തിക്കും. ആ
എനിക്ക് വേണ്ടത് ബാക്ക് എഞ്ചിൻ അല്ല KL 795. മനസ്സിലായില്ല? മനസ്സിലാക്കി തരാടാ. നിനക്കെന്നെ ഓർമ്മയുണ്ടോടാ? എവിടാ അവള്? പറയടാ. എന്താ കാര്യം? ആശാലും സലീം കൂടി ഇവിടെ ഇറങ്ങി സൗത്ത് സ്റ്റാൻഡിൽ നിന്ന് കുറച്ച് ആളുകളെ കൂട്ടിയിട്ട് പറ്റേ. നിങ്ങൾ പോയിക്കോ, ഞങ്ങൾ വരാം. ആ വേഗം വിട് കേട്ടോ, വണ്ടി വിടുകയല്ലേ, വേളം ഉണ്ടാക്കാതെ പിടിച്ച് നിൽക്കണം. എവിടെടാ പെണ്ണ്? എന്റെ പെണ്ണ് എവിടെയെന്ന് ഓട്ടിക്കാൻ സമ്മതിക്കില്ലല്ലോ. വണ്ടി ചോര നീരാക്കി പണിയെടുക്കുന്ന ഓട്ടക്കാരെ കളിച്ചാലുണ്ടല്ലോ, പട്ടി പോലും നിന്നാതെ രീതിയിലായി കളയണം നിന്റെയൊക്കെ ശരീരം. എത്തിക്കേണ്ടത് എത്തിക്കില്ല ഞങ്ങളുടെ പണി. പക്ഷെ അധികം കളിച്ചാലുണ്ടല്ലോ, എനിക്ക് എത്തിക്കേണ്ടത് എത്തിക്കും. എടാ, ഞങ്ങൾ ഇത്രയും പേരെ ഓടാൻ പോകാതിരുന്നതിന്റെ കാരണം എന്താണെന്നറിയാമോ നിനക്ക്? അവരാരാണ് എന്താണെന്ന് അറിയാൻ വേണ്ടിയാ. എടാ ഉള്ള സത്യം പറ. അയ്യോ, ഞാൻ സത്യമാണ് പറയുന്നത്. എനിക്കൊന്നും അറിയില്ല. ഞാൻ പറഞ്ഞില്ലേ, ഒരു സ്ത്രീ വന്ന് എന്റെ വണ്ടിയെ കയറി. അവരെ ഞാൻ ഗാന്ധിനഗറിൽ ഇറക്കി വിടുകയും ചെയ്തു. അന്ന് അവരാണ് 500 രൂപ തന്നത്. എടാ നീയൊന്നും ചെയ്ത് കാണില്ല. വേറെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ നിനക്ക് ഓർമ്മയുണ്ടോ? എന്തുണ്ടെങ്കിലും തുറന്ന് പറ പ്രകാശ, ഇനിയൊന്നും മറച്ചു വെക്കാനായിട്ട് എനിക്കൊന്നുമില്ല. മറ്റാരെന്നോട് ഇങ്ങനെയൊക്കെ ചോദിച്ചാലും എനിക്ക് വിഷമമില്ല. പക്ഷെ രാധേ, നീ ചോദിക്കുമ്പോഴേ. പ്രകാശേട്ടൻ അറിയോ, സംഭവം അറിഞ്ഞപ്പോ മുതലുള്ള ടെൻഷനാ. പ്രകാശേട്ടൻ എന്തെങ്കിലും സംഭവിച്ചെന്ന് അറിഞ്ഞാ എനിക്ക് ഒരു വിഷമം ഉണ്ടാവില്ലേ? ഇന്ന് വരെ ഞാൻ നിന്നെ എന്തെങ്കിലും മറച്ചു വെച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. ആ, എങ്കിൽ ഇതും അങ്ങനെ തന്നെ. ഏതോ അവന്മാര് തെറ്റിദ്ധാരണയുടെ പുറത്ത് ചെയ്തതാ. അല്ല, ഇതിലൊരു കഴമ്പില്ല. ഞാൻ ധൈര്യമായിട്ട് വെക്കൂ. ഓടോ, ഇന്ന് ഒറ്റ ട്രിപ്പ് ആകെ കിട്ടിയിട്ടുള്ളൂ. കൂടുതലൊന്നും എനിക്ക് വല്ലതും തോന്നും. ഇനി നമ്മള് ചേട്ടനിയന്മാരാണോടാ? ചിലപ്പോ ആയിരിക്കും. എന്റെ അച്ഛൻ ആളൊരു സഞ്ചാരി ആയിരുന്നു. അത് ശരിയാ. നിന്റെ അച്ഛൻ സഞ്ചരിക്കാൻ പോയപ്പോ എന്റെ അച്ഛൻ അവിടെ വന്ന് കയറിയതായിരിക്കും. നീ എവിടെയായിരുന്നു പ്രകാശ?
രാവിലെ നീ എന്താ സ്റ്റാൻഡിൽ വരാഞ്ഞേ? നിന്നെ കാണാതായപ്പോ ഞങ്ങൾ വടിവാളൊക്കെ റെഡിയാക്കിയായിരുന്നു. ഇനിയൊന്നും വേണ്ടി വരില്ല. വേണ്ടി വരില്ല എന്നാ. ഇനി ഏതവനായാലും ശരി KL795 വണ്ടി ചോദിച്ചുകൊണ്ട് ഇവിടെ വന്നാൽ നിന്നാണ് അപ്പി ഇഴിച്ചവന്റെ കൂമ്പിനെ കളയും കേട്ടാ. ഹലോ, KL795 വണ്ടി ഓടിക്കുന്ന പ്രകാശൻ ഈ സ്റ്റാൻഡിലല്ലേ ഓടണേ? അതെ, പക്ഷെ അവിടെ ചെന്നിട്ട് വണ്ടി നമ്പർ ചോദിക്കണ്ട, ആളെ ചോദിച്ചാൽ മതി. അതെന്താ? അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തടി കേടാവും, അത്രേ. തടി കേടാവും? ആഹാ, എങ്കിലും അതൊന്ന് കണ്ടിട്ടേ കാര്യമുള്ളൂ. KB 4176 7329 4460 1302 P2899 4251 910. സാറേ 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 പോവാ. KL795 വണ്ടി എവിടെയല്ലേ ഓടണത്? അതെ. ആ വണ്ടി ഒന്ന് കാണുമല്ലോ. അല്ല, എന്താണാവോ പ്രശ്നം? ആഹാ, പ്രശ്നം പറഞ്ഞെങ്കിലും കാണിച്ചു തരുള്ളൂ. ഏയ് അങ്ങനൊന്നുമില്ല, അല്ലാതെ തന്നെ തരാം. അല്ലാതെ തന്നെ തരാവുന്ന കാണിച്ചു തരാം. അതെ, അല്ല പ്രശ്നമൊന്നും ഇല്ലാതെ തന്നെ കാണിച്ചു കൊടുക്കും. അതെ, ആ ഒഴിഞ്ഞ മൂലയിലോട്ട് കൊണ്ടുപോകോ. ഞാൻ ബ്രോക്കർ ബേക്കറിക്കാൻ പറഞ്ഞിട്ട് വന്ന ആളാ. ഇനി എന്നെ തല്ലല്ലേ, ഞാൻ ചത്തു. ആണോ? അതെന്തുകൊണ്ട് നേരത്തെ പറഞ്ഞില്ലടാ പോയാൽ? എന്റെ പ്രകാശ, ഈ ഉണ്ണിയുടെ താങ്ങൊന്ന് കാണേണ്ടതായിരുന്നു. മുലപ്പാല് മുഴുവൻ കക്കിട്ട. ശരി, വേറെ എന്ത് പാലായാലും അവന് മേടിച്ച് കുടിക്കാമായിരുന്നു. ഇത് പറ്റുമോ? അതെന്താ? പറഞ്ഞു. ഇയാളെ ഒന്ന് കലൂരി വിടണം. വിടാലോ. ഹായ് സുന്ദരി. ഇന്നത്തെ കൈനീട്ടമാണ്. എടി, ഹേ ഹോട്ടലിൽ മോഹൻലാലിന്റെ ഓട്ടോയാ. അപ്പൊ ഇയാളാരും മോഹൻലാലോ? സംശയമില്ല, മോഹൻലാല് തന്നെ. കൊച്ചു കള്ളി. എന്താ പേര്? സംസാരിക്കില്ലേ? അല്ല, കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടമായി കുട്ടിയെ. വായി നോക്കാതെ വണ്ടി ഓടിക്കണോ? പിന്നെ എവിടെ നോക്കി വണ്ടി ഓടിക്കണം? എവിടെ നിർത്തണമെന്ന് പറഞ്ഞാ മതി, ഞാൻ എവിടെ നിർത്താം. നിർത്തണോ? എന്റെ മീനുക്കുട്ടി, നീ എന്നോട് എന്തു തന്നെ പറഞ്ഞാലും എനിക്കൊരു പ്രശ്നമില്ല കേട്ടാ. തനിക്കെന്താ വട്ടുണ്ടോ? അയ്യോ മീനുക്കുട്ടി, go to your classes. കലക്കി. ഓട്ടോ. എങ്ങോട്ടാ? കലൂര്. ഇപ്പൊ ശരിയാക്കും. ആ കാലൊന്ന് മാറ്റിക്കേ. ഞാൻ അതേ പിടിച്ചൊന്ന് തിരിക്കട്ടെ. മാറ്റുന്നേ. കിട്ടുന്നില്ല. പോയാ? ഒരു നിവൃത്തിയില്ലാത്തോണ്ടാ 10-ാം തീയതി ഞാൻ കൃത്യമായിട്ടും കാശ് തരാം. എന്റെ പൊന്നിയായിട്ട് ഇനി അവധിയും പറയണ്ട, കാശ് നിട്ട് പോയാൽ മതി. കുറെ നാളായാലോ ഇത്. അത് കൊള്ളാം. എന്താ? എന്ത് പറ്റി? ഒരു ചെറിയ പ്രശ്നം. ചെറിയ പ്രശ്നം? 3 മാസമായിട്ട് മേടിച്ച കാശ് ചേർത്ത് ചെറിയ പ്രശ്നമാണോ? എടോ, ഓസിന് കുടുംബം വരെ ദഹിക്കൂല. ഒരു കാര്യം ചെയ്യ്, വണ്ടി ഇവിടെ കിടക്കട്ടെ, കാശിനായിട്ട് കൊണ്ടുപോയാൽ മതി. ഒരു മിനിറ്റ്, ആശാനോട് ഒരു കാര്യം പറഞ്ഞിട്ട് വരാം. ആശാനെ, അയാൾക്ക് എത്ര രൂപ കൊടുക്കാനുള്ളത്? അത് ഞാൻ കൊടുത്തോളാം. എത്രയാണ് പറ ആശാനെ. ഒരു 1200 ഉണ്ട്. ആശ ഒരു കാര്യം ചെയ്യും, ഈ മാല കൊണ്ട് വെച്ചിട്ട് അയാളുടെ കാശ് കൊടു. എനിക്ക് പിന്നെ എപ്പോഴെങ്കിലും എടുത്തെന്നാ മതി. വാങ്ങിച്ചോ ആശാനെ, ഞാനല്ലേ തരുന്നേ. പ്രശ്നം ഒഴിവാക്കാലോ. ഇന്ന് കട അടയ്ക്കുന്നതിന് മുമ്പ് തന്റെ കാശ് തരും, ഒരു പ്രശ്നമില്ല. എന്നിട്ട് വണ്ടി കൊടുത്താൽ മതിയോ? വാ ആശാനെ. എന്തായാലും വേണ്ടില്ല, എന്റെ കാശ് കിട്ടിയാൽ മതി. ഇത്രയും ദിവസമായിട്ടും ഈ സിറ്റിയിൽ ഓടുന്ന കേവലം ഒരു ഓട്ടോറിക്ഷ നിനക്കൊന്നും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെന്ന് വന്നാൽ അത് സാർ, ഞങ്ങള് ജാക്സൺ, സ്റ്റാൻലിക്ക് ആവശ്യം വീറുള്ള സിംഹങ്ങളെയാണ്, അല്ലാതെ നിന്നെയൊക്കെ പോലെ ഭീരുക്കളായ കഴുതകളെയല്ല. സാർ കരുതുന്ന പോലെയല്ല. ഷെർലിയുടെ, സൈമന്റെ, സണ്ണിയുടെ എല്ലാ സങ്കേതങ്ങളും ഞങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞു. കൂടാതെ ഓൾമോസ്റ്റ് ഓൾ ദി ഓട്ടോ സ്റ്റാൻഡ്സ്. സത്യം സാർ വിഷമിക്കരുത്. ആ ഓട്ടോറിക്ഷ ഞങ്ങൾ കണ്ടുപിടിച്ചിരിക്കും 24 മണിക്കൂറിനകം. ഈ സിരകളിലൂടെ രക്തം ഒഴുകുന്നുണ്ടെങ്കിൽ തീർച്ച
ആ ഓട്ടോറിക്ഷ ഇവിടെ എത്തിയിരിക്കും. വാ. ശരിക്ക് പറഞ്ഞ സ്റ്റാൻലി സാർ ആളൊരു പാവമാ. എടാ നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇന്നത്തെ സ്ഥിതി വെച്ച് നോക്കുമ്പോ അങ്ങേർക്ക് ബെൻസ് ചോദിക്കാം, ഇമ്പാല് ചോദിക്കാം, ടാറ്റ എസ്റ്റേറ്റ് ചോദിക്കാം. ഇതൊന്നും അങ്ങേര് ചോദിച്ചില്ലല്ലോ. വെറും ഒരു ഓട്ടോറിക്ഷ മാത്രമല്ലേ ചോദിച്ചുള്ളൂ. അത് ശരിയാ. അപ്പൊ പിന്നെ അത് കൊടുക്കേണ്ട കടമ നമുക്കില്ലേ? ഓട്ടോ ഓട്ടോ നിക്കണോ നിക്കണോ. നിക്ക്, നിക്ക്, നിക്ക്. എടാ ഞാൻ കേറാന്ന്. ഞാൻ കേറാവുന്നു. അയ്യോ എടാ ഞാൻ കേറാന്ന്. ഞാൻ കേറാം. എടാ, കേറടാ. ഇങ്ങനെ കാര്യം ചെയ്യ്. നീ ആദ്യം കയറി. ശരി. അല്ലെങ്കിൽ വേണ്ട ഞാൻ കയറാം. എന്റെ കാലേ, അയ്യോ. എങ്ങോട്ടാ? ആള് കയറട്ടോ. ഒരാള് കേറ്. അതെങ്ങനെയാ? രണ്ടാൾക്കും കയറണം. ആ കേറ്. ആ കേറ്. ആ, എങ്ങോട്ടാ? അതൊക്കെ പറയാം, വണ്ടി വിട്. റൈറ്റ് ഏ? ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്. റൈറ്റ്. ആരെങ്കിലും ഒരാള് പറ. ആ ഞാൻ പറഞ്ഞത് ലെഫ്റ്റ്. അപ്പൊ ഇയാള് റൈറ്റ് എന്ന് പറഞ്ഞോ? റൈറ്റ്. ആ കണ്ടോ? എടോ അയാള് ലെഫ്റ്റ് എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞ റൈറ്റ് എന്നാ. അത് ശരിയെന്നാ. ഓ അത് ശരി. അങ്ങനെ പറ. എന്നാ വിട്ടോ. എന്നും കാണുന്നില്ലല്ലോടാ. ബാക്കി എല്ലാം ഉണ്ട്, അത് മാത്രമില്ല. നിങ്ങക്ക് എന്താ വേണ്ടത്? എവിടെയാ പോണ്ടത്? അപ്പോഴേ ഞങ്ങൾക്ക് സിറ്റി മുഴുവൻ ഒന്ന് കറങ്ങണം. ഇപ്പൊ മുതൽ രാത്രി വരെ. സിറ്റി കറങ്ങണമെങ്കിലേ ഓട്ടോറിക്ഷ കയറിയ ശരിയാവില്ല. ഒരു ഫുള്ള് വാങ്ങി രണ്ടുപേരും അടിച്ചാൽ മതി, സിറ്റി മുഴുവൻ കറങ്ങും. കൊള്ളാം. നമുക്ക് പറ്റിയ ആള് തന്നെ. തന്നെ ഉള്ളത് പറയാമല്ലോ. തനിക്ക് KL795 എന്ന ഓട്ടോ കണ്ടുപിടിച്ചു തരാൻ പറ്റുമോ? ആ ഓട്ടോ തന്നെ വേണോ? അതേ ഓട്ടോ, അത് തന്നെ വേണം. എന്തിനു വേണ്ടിയാ? ഞങ്ങളുടെ സാറിന്റെ മാഞ്ചിയം ബിസിനസ് ഒക്കെ പൊളിഞ്ഞു. അങ്ങേർക്ക് ഓടാൻ വേണ്ടിട്ടാ. ഓ അത് ശരി. പട്ട് കേസുകള്. ആട്ടെ, ആരാ നിങ്ങളുടെ സാറ്? അത് മാത്രം പറയൂല. അതെന്താ? പറഞ്ഞാൽ താൻ കിടുങ്ങും. യോ, എന്തായാലും നമ്മൾ തമ്മിലല്ലേ. പറ സാറുമാരെ. പറയട്ടെ. ദാവൂദ് സുലൈമാൻ സേട്ടു. ദാവൂദ് സുലൈമാൻ സേട്ടോ? മോനെ വേറെ കയ്യിലിരിക്കട്ടെ, പറയത്തില്ല. സമയം 6 മണിയായി. ഇനി നമുക്ക് കറക്കം നിർത്താം. വണ്ടി നിർത്ത്, വണ്ടി നിർത്ത്. പറഞ്ഞാ മതി, തോളത്തടിക്കണ്ട. അടിക്കണ്ടാന്ന്. ഓ വണ്ടി ഇവിടെ നിർത്തണോ? നിർത്ത്. നിർത്ത്. എത്രയായി? 295. 295. കൊടുക്കടാ. 5 രൂപ ബാക്കിയുണ്ട്, അത് ടിപ്പ്. അയ്യോ അയ്യോ. ഓട്ടോ. നിർത്ത്, നിർത്ത്. നിങ്ങൾ വണ്ടി കണ്ടുപിടിച്ചു സാർ. സാർ വണ്ടി കണ്ടു. KL795 വണ്ടി ഞാൻ കണ്ടുപിടിച്ചു സാർ. വെരി ഗുഡ്. എവിടെ? സിറ്റി മുഴുവൻ കറങ്ങി ഇറങ്ങി കഴിഞ്ഞപ്പോഴാ കണ്ടത്. കറങ്ങിയ വണ്ടി അത് തന്നെയായിരുന്നു. എന്നിട്ട് എന്നിട്ട് എന്താവാൻ? കാശും മേടിച്ചു, വണ്ടിയും കൊണ്ടവൻ സ്ഥലം വിട്ടു. നാടല്ലേ കിടക്കാൻ ആടി കൊണ്ടിട്ട്. ചെറുക്കന്റെ അച്ഛനും അമ്മാവനും കൂടിയാ വന്നത്. പറഞ്ഞു സ്വർണം മുഴുവനും ഇല്ലെങ്കിൽ അവർക്ക് താല്പര്യമില്ലാന്ന് തുറന്നു പറഞ്ഞു. ഓട്ടോ കൊടുത്തു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഭംഗിയായിട്ട് നടത്താമേ. പിന്നെ കുറച്ച് കാശ് അച്ഛനായിട്ടുള്ള കടവും വീട്ടാം. പോരായ്മ എന്തെങ്കിലും വന്നാൽ പണിക്കരോട് ചോദിക്കാലോ. വേണ്ട മോനെ, നീ ആരുടെയും കാല് പിടിക്കുന്നത് അമ്മയ്ക്ക് ഇഷ്ടമല്ല. നമുക്കതിന് വിധിയില്ലാന്ന് കരുതിയാ മതി. എനിക്കൊരു വിഷമവും ഇല്ല. ഞാൻ പറഞ്ഞില്ലേ ഷോർട്ട് ഹാൻഡ് കഴിഞ്ഞിട്ട് മതിയെന്ന്.
പടച്ചോനെ വിചാരിച്ച ഐശ്വര്യ എഴുതാണ്ട് വാങ്ങിയാട്ടെ. ഞാൻ ബുക്കും പേപ്പറും കൂടി മേടിച്ചു. ധൈര്യമായിട്ട് വണ്ടി നോക്കാമല്ലോ. ഇനി ഇടിക്കത്തൊന്നുമില്ലല്ലോ. അങ്ങനെ ഒരു അബദ്ധം പറ്റിയതാണ്, ക്ഷമിച്ചേ. സാരമില്ലല്ലോ. ഈ ഒരു സ്റ്റീരിയോ ഇല്ലേ? സ്റ്റീരിയോ ഇല്ല, സ്പീക്കർ ഉണ്ട്. സ്പീക്കർ നമ്മുടെ അബുദേവയുടെ ഇങ്ങോട്ട് കൊണ്ടോടാ. എത്ര നേരം അയച്ചിട്ടാ പറഞ്ഞിട്ട്? പ്രഭുദേവ ഭ്രാന്തനാ, ഏത് സമയം ഡാൻസാ. മതിയാക്ക മച്ചമ്പി. അതെ, നമ്മളെ കമ്മീഷൻ കഴിച്ച് ബാക്കിയുള്ള ആണ്ട് തന്നിട്ട് കേട്ടോ. അയ്യോ, അപ്പൊ പിന്നെ ബാക്കിയൊന്നും കാണത്തില്ലല്ലോ. അങ്ങനൊന്നുമില്ല, നമ്മളെ ചെറിയ കമ്മീഷൻ. പോട്ടെ മോനെ, കാണാട്ടോ. അപ്പൊ ഞങ്ങള് വരട്ടെ. ശരി. 5 വർഷം എറണാകുളത്ത് കിടന്ന് ഓടിയ വണ്ടി. എന്താ പോയടാ. കലാസ്വാദകർക്കിതാ ഒരു സുവർണാവസരം. ഇന്ന് രാത്രി കൃത്യം 7 മണിക്ക് GCDA സ്റ്റേഡിയത്തിൽ യുവാക്കളുടെ സ്വപ്നറാണി സിൽക്ക് സ്മിതയുടെ നൃത്യങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. കലാസ്വാദകർക്കിതാ ഒരു സുവർണാവസരം. ടിക്കറ്റ് നിരക്ക് 500, 300, 100, 50. ഇതാ ഒരു സുവർണാവസരം. ഇന്ത്യൻ സിനിമയിലെ തന്നെ ഹരമായ സിൽക്ക് സ്മിത ഇന്ന് രാത്രി കൃത്യം 7 മണിക്ക് ശബ്ദപ്രകാശ നിയന്ത്രണങ്ങൾക്കൊപ്പിച്ച് നൃത്തം വയ്ക്കുന്നു. എറണാകുളം നഗരത്തിൽ ഇതംപ്രദമായി ആദ്യമായി സിൽക്ക് സ്മിത നിങ്ങളുടെ മുമ്പിൽ നൃത്തം ചെയ്യുന്നു. കോരിത്തെരിപ്പിക്കുന്ന മാതകത്തിടമ്പ് സിൽക്ക് സ്മിത ഇന്ന് രാത്രി കൃത്യം 7 മണിക്ക് എറണാകുളം GCDA ഗ്രൗണ്ടിൽ മാതക നൃത്തം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, നാട്ടുകാരെ, യുവാക്കളെ, നിങ്ങളുടെ സ്വപ്നറാണി മാതകത്തിടമ്പ് സിൽക്ക് സ്മിത ഇന്ന് രാത്രി കൃത്യം 7 മണിക്ക് GCDA ഗ്രൗണ്ടിൽ മാതക നൃത്തം ചെയ്യുന്നു. ഇന്ന് രാത്രി കൃത്യം 7 മണി സിൽക്കില്ലായിരുന്നെങ്കിലേ കോട്ടണെങ്കിലും ഉണ്ടാകാൻ മതി. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇന്ന് സിൽക്കിന്റെ ഡാൻസ് ഉണ്ടായിരുന്നെങ്കിലേ എന്റെ സിൽക്ക് ഒന്ന് ഷൈൻ ചെയ്തേനെ. സിൽക്ക് സിൽക്ക് സിൽക്ക്. Jumba, 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 jumba. മാനോടും താഴ്വാരത്തെ ആളോരെ നൃത്തം കണ്ടേ, തമ്പ്രാനും തമ്പ്രാട്ടിയും തന്തോളം കൂരുന്നുണ്ടേ. ചാം ചക്കാം കിച്ചക്കാം 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 ചാം ചക്കാം കിച്ചക്കാം കിച്ചക്കാം ചച്ചക്കിച്ചക്കാം. ഡാൻസ് കഴിഞ്ഞടാ. സിൽക്ക് പോയാ? ഇല്ല, നിന്നെയും കാത്ത് പുറത്ത് പോണ്ട. അത് എന്തിനായിരിക്കും? പറഞ്ഞുതരാം, നീ വാ. ചേട്ടാ, ഓട്ടോ വിട്ട് നാളെ പൈസ ഓർമ്മയ്ക്ക് അടിച്ചു പോയതാണ്. നമ്മുടെ മന്ത്രിസഭ വെട്ടേ. സോറി. വണ്ടി കയറാം. അയ്യോ, എന്തുവാടാ? പോയി കയറാ വണ്ടിയിൽ. പോയി കയറാ വണ്ടിയിൽ. പിന്നെ കാത്താവളിങ്ങനെ വിഷമിച്ച് കിടക്ക. നീ പേടിക്കണ്ട, നീ വണ്ടിയെ കയറ്, വീട്ടിൽ കൊണ്ടാക്കാം. പക്ഷെ ഞാൻ വീട്ടിലേക്കില്ല, എന്നെ സ്റ്റാൻഡിൽ വിട്ടാ മതി. ഞാൻ അവിടെ കിടന്നോളാം. വീട്ടിൽ
അകത്തോട്ട് ക്യാരറ്റ് റൈറ്റ്. ആ പോട്ടെ. ആട്ടോ ആട്ടോ ആട്ടോക്കാരന് വെള്ളമടിക്കണ്ടേ, നൂറാക്കളും മിണ്ടാടാ കുറുക്ക. ബാബു ബാബു ഗുഡ് നൈറ്റ്. ഫ്ലാറ്റ് എനിക്കിവിടെ മുള്ളണം പ്രകാശ. അത് ശരി, അങ്ങനെ ഒരു പണി അകത്തോട്ട്. അയ്യോ എന്താ എന്തൊരു നമ്മുടെ ബാബു, കാര്യം പറടാ. ബാബുവിന്റെ ബാബുനെ നമ്മുടെ ബാബു ബാബു പോയടാ, നമ്മളെ വിട്ടിട്ട് പോയടാ. നമ്മളെ സാറേ പ്ലീസ്, സാറേ പ്ലീസ് ബാബു. ബാബു സാറേ, ബാബു നമ്മളെ മക്കളെ, പൊന്നു മക്കളെ, ഇത് തിരിച്ചു വാങ്ങാൻ ഇനി അവനില്ലടാ, അവനില്ല. ഞാൻ കണ്ടു ചേട്ടാ, ഞാൻ കണ്ടു, ഒരു നോക്ക് ഞാൻ കണ്ടടാ. ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ആ കാഴ്ച ഞാൻ കണ്ടടാ. ഒന്ന് ഞാൻ പറയാം, ഇത് ചെയ്തവനെ അവൻ ആരായിരുന്നാലും ശരി വെറുതെ വിടരുത്. അവനെ ജീവനോടെ ചുട്ട് കരിക്കുന്നത് എനിക്ക് കാണണം, എനിക്ക് കാണണം, എനിക്ക് കാണണം. പ്രകാശം ഒരു ഫോണുണ്ട്. ഹലോ, ആരാ? ഞാനോ? ഞാൻ സ്റ്റാൻലി, സ്റ്റാൻലി. മനസ്സിലായില്ല അല്ലേ? മനസ്സിലാക്കി തരാം. ഇപ്പോ അവിടെ കത്തിച്ചാമ്പലായി കിടക്കുന്ന ഓട്ടോറിക്ഷ കണ്ടോ? അതിനുള്ളിൽ ചാരമായി പോയ നിന്റെ കൂട്ടുകാരനെ കണ്ടോ? ആ, അത് ചെയ്യിച്ചവനാ, ചുമ്മാതല്ല അങ്ങനെ ചെയ്തത്. അവൻ ഇന്നലെ രാത്രി എന്റെ ആൾക്കാരോടൊന്ന് ഉടക്കി. അതിന്റെ ഒത്തുതീർപ്പാ കാണുന്നേ. നിങ്ങൾ ആരാ മിസ്റ്റർ? ഓഹോ, നീയും എതിർക്കാനുള്ള ഭാവമാണല്ലേ? കുഴപ്പമില്ല. സിറ്റിയുടെ പല ഭാഗങ്ങളിലായി ഇനിയും കത്തിയമർന്ന ഓട്ടോകൾ കാണുമെന്ന് മാത്രം. സ്റ്റാൻലിക്ക് അധികം മൊഴിയുന്ന സ്വഭാവമില്ല. വെട്ടൊന്ന്, കഷ്ണം 2. ആ, ഇനി പറയാൻ പോകുന്ന ഒരു താക്കീത് തന്നെയാണെന്ന് കരുതിക്കോളൂ. അവന്റെ ശവോടക്ക് കഴിയുമ്പോ നിന്റെ KL7 95 ഓട്ടോറിക്ഷയുമായി എന്നെ വന്ന് കാണണം.
ജീവനിൽ കൊതിയുണ്ടെങ്കിൽ മാത്രം മതി. സ്ഥലം സായിപ്പിന്റെ ബംഗ്ലാവ്. പിന്നെ മറ്റേതെങ്കിലും വഴിക്കാണ് നീക്കമെങ്കിൽ AZ സ്റ്റാൻലിയെ നിങ്ങൾ കൂടുതൽ അറിയും. മനസ്സിലാക്കല്ലേ എന്താ അവന്റെ ഉദ്ദേശം എന്നറിയാലോ. അത് ഇങ്ങനെ ഇന്നാളൊരുത്തൻ പെണ്ണ് കയറി വണ്ടി ചോദിച്ചു വന്നു. ഇപ്പൊ വേറൊരുത്തൻ ആ വണ്ടി തന്നെ ചോദിച്ചു വന്നിരിക്കുന്നു. എന്തോ കുഴപ്പമുണ്ട് പ്രകാശ. ഒരു കാര്യം ഞാൻ തറപ്പിച്ച് പറയാം. ഇനി ജീവൻ മരണ പോരാട്ടമാണ്. ബാബു ആത്മഹത്യ ചെയ്താണെന്നാണല്ലോ അവൻ വരുത്തി തീർത്തിരിക്കുന്നത്. അത് പറഞ്ഞ് അവനും ചെയ്യാലോ ആത്മഹത്യ. എടാ ABCD സ്റ്റാൻലി, നീ കളിച്ചിരിക്കുന്നത് ആട്ടോക്കാരോടാ. ഇടിച്ചു നിന്റെ കൂമ്പിളക്കും ഞങ്ങള്, കൂമ്പിളക്കും. ഓടാ. പ്രകാശൻ അല്ലേ? അതെ സാറേ, ഞാൻ ഉണ്ണി സാർ. ഉണ്ണി. ഞാൻ സ്റ്റാൻലി, AZ സ്റ്റാൻലി. ഓ അറിയാം സാറിനെ അറിയാത്ത ആരുമില്ലല്ലോ. പിന്നെ എത്ര നല്ല കുട്ടികൾ. അവന്റെ കയ്യിലിരിപ്പുണ്ടല്ലേ അങ്ങനെ സംഭവിച്ചു പോയത്. ശരിയാ സാറേ, അവൻ ആളൊരു ഇത്തിരി അഹങ്കാരിയായിരുന്നു. നാക്ക് കൊള്ളില്ലെന്നേ, പെയ്യില്ലേ. നമുക്ക് യാതൊരു അഭിപ്രായം ഇല്ലാത്തവനായിരുന്നു അവൻ. ഓ അതെ, വളരാവുന്ന കൊമ്പുകളെ വളരാവൂ, അല്ലാത്തവ മുളയിലെ നുള്ളണം. നോക്കാൻ പറഞ്ഞു. ശരിയാണല്ലോ, ഇരുന്നുള്ളൂ. നീ താഴെ നോക്ക്. ഉണ്ടോ? വല്ലതുണ്ടോന്ന്? നീ വാ. ഇതിലൊന്നുമില്ല സാർ. എവിടെടാ? എന്ത്? എവിടെന്ന്? എന്താണ് സാറേ? നിനക്ക് അറിയില്ലല്ലേ? ഇപ്പൊ മനസ്സിലായില്ലേ AZ സ്റ്റാൻലിക്ക്? പണത്തിനും പ്രതാപത്തിനും മുമ്പിൽ മുട്ടുമടക്കുന്നവരല്ല ഓട്ടോ തൊഴിലാളികളെന്ന്. ഞങ്ങൾ തൊഴിലാളി വർഗത്തിന് പണത്തിനെ കുറവുള്ളൂ, ഉശിരനും ഞങ്കൂട്ടത്തിനും കുറവില്ല. റോഡിന്റെ മക്കളാണ് ഞങ്ങൾ, അല്ലാതെ വല്ലവന്റെ തല്ലുകൊള്ളാൻ ജനിച്ച നിന്റെ അപ്പന്റെ മക്കളല്ല. സൺ ഓഫ് ബിച്ച്. നീയൊക്കെ ഓർത്തോ, ഞങ്ങൾ തൊഴിലാളികൾ റോഡിലിറങ്ങി ഒരു മനുഷ്യത്തങ്ങൾ ഓർത്താൽ കേരളം മൊത്തം 10 വലം വെച്ച് നിൽക്കും. നിന്റേതായ സകലതും A മുതൽ Z വരെ പിഴറിയും ഞങ്ങൾ. കൂൾ ഡൗൺ മൈ ബോയ്. റോഡിന്റെ മക്കൾ അംഗം കുറിച്ച് കഴിഞ്ഞടാ. കയറ്റി ഇറക്കും ഞങ്ങള്. കേരളത്തിലുള്ള സകല ഓട്ടോ നിന്റെ നെഞ്ചത്തോടെ കയറ്റി ഇറക്കും. ആയുധങ്ങളും വെടിക്കോപ്പളൊന്നും ഞങ്ങൾക്ക് വേണ്ട, കരുത്തുള്ള ഈ കൈകൾ മതിടാ. വെറുതെ പ്രശ്നത്തിനൊന്നും നിൽക്കണ്ട. എന്ത് പ്രശ്നം? ഒരു പ്രശ്നമില്ല. ഇത്രയും നാള് ഞാനറിയാതെ എന്റെ വണ്ടിയിൽ എന്താ ഉണ്ടായിരുന്നെന്ന് അറിയണമല്ലോ, അത്രേ ഉള്ളൂ. വണ്ടി തിരുവനന്തപുരത്തുനിന്ന് ബ്രോക്കർ പറയുകയും ചെയ്തു. ഞാൻ പറയുന്നത് വെറുതെ അതിന്റെ പുറകെ ഒന്നും പോണ്ടെന്നാ. നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട, ഞാൻ ഒറ്റക്കല്ലോ പോകുന്നത്. അവന്മാരൊക്കെ പോകാൻ റെഡിയായിരിക്കുക. ഇന്ന് രാത്രി ഇവിടുന്ന് വണ്ടി കയറിയ നാളെ രാവിലെ തിരുവനന്തപുരത്താം.
അങ്ങനെ എന്റെ രാജ്യമെത്തി. നമുക്ക് വീട്ടിലൊക്കെ ഒന്ന് പോയി. വീട്ടിലൊക്കെ പിന്നെ പോടാ, ആദ്യം ആളെ കണ്ടുപിടിക്കാം. എന്നാ നമുക്ക് ആട്ടോ ആദ്യം കണ്ടുപിടിക്കാം അല്ലേ? ഒരു ആട്ടോ ഓടിക്കണമല്ലോ. അതാ പറഞ്ഞ ഒരു പരിചയക്കാരൻ്റെ ആട്ടോ. വണ്ടി എടുത്ത് രാജാ സുധനടേ അണ്ണാ എവിടെ തോന്നുന്നുണ്ടാ? ഞാൻ എറണാകുളത്താണ്. അതിനെ കടഞ്ഞൂടെ? അണ്ണ കണ്ട കാലം എത്രയായി? നീ ഇപ്പൊ ഏത് സ്റ്റാൻഡിലടേ? ഞാൻ സ്റ്റാച്യു സ്റ്റാൻഡിലാണ്. തന്നെ അവിടെ KL795 എന്ന ആട്ടോ ആ പരിസരത്ത് അങ്ങനെ ഉണ്ടാ കണ്ടിട്ടുണ്ടാ? അവിടെ എങ്ങും ഇല്ല. നമ്മുടെ പയ്യന്മാർ ഇവിടെ ഒന്നും ഇല്ലടേ ഇപ്പൊ. എന്ത് പറയാനാ ഇവിടത്തെ കാര്യം ഒന്നും പറയണ്ട. അണ്ണം പോയത് ഇവിടെ മൊത്തം പ്രശ്നമാണ്. ഞാൻ കേട്ട ഇവിടെ പോലീസുകാരുടെയും വഴിയാത്രക്കാരനെയൊക്കെ കുത്തിക്കൊള്ളുന്ന കാലം എന്നാണ് കേട്ടത്. ജീവിക്കാൻ ഒരു മാർഗമില്ല, നമ്മളില്ലാത്തതുകൊണ്ടാണ്. ഒരു സ്വരൂപില്ലടേ ഇവിടെ. ഞാൻ കൂടെ വരട്ടാണ് എറണാകുളത്ത്. നിനക്ക് ഞാൻ കളക്ടറിന്റെ ഒരു പോസ്റ്റ് ഒഴിച്ചു വെച്ചിട്ടുണ്ട്, നിന്നെ കൊണ്ട് കൊണ്ടുപോകാം. ഇവിടെ ഇതാണ് മഹാരാജാവ് പണ്ട് വരച്ച് പഠിച്ച സ്ഥലം, അറിയാമോ? ഇത് നിന്നെ പോലത്തെ പാട്ടുകളെ ഇവിടെ കൊണ്ടിരുത്തും. എന്നിട്ട് ചെറിയ കഥയൊക്കെ പറഞ്ഞു തരും. ഇതാണ് കോർപ്പറേഷൻ ഓഫീസ്. പയ്യോട് അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഇവരൊക്കെ നമ്മുടെ കൂടെ ഉള്ള അവിടെ ഉള്ള ചില പാർട്ടികൾ തന്നെ നമ്മളെ തൊഴിൽ തന്നെ നമുക്ക് കേറിയിട്ട് പോകാം. ഈ കോവില്ല നിന്നെ പോലത്തെ പീസുകൾ ഈ കോവിൽ കയറ്റില്ല. ഇത് ഡീസന്റ് കോവിലാണ് കേട്ടാ. ഉണ്ടായിരുന്നാ മതി. ഇടയ്ക്ക് കയറാൻ പറ്റില്ല. എന്റെ ഭാഗ്യല്ല എന്നെ കേട്ടാ. നമസ്തേ സാർ. ദാമോദരക്കുണ്ടോ? അണ്ണൻ. ദാമോദരൻ അണ്ണൻ. ഓ ഞാൻ തന്നെ. എന്തൊരു വേണം? ഞങ്ങൾ എറണാകുളത്ത് വരിക. അവിടെ നിന്ന് ഒരു ഓട്ടോ ഇങ്ങോട്ട് വിറ്റിരുന്നു. ആ ഓട്ടോ വാങ്ങാൻ വേണ്ടി വന്നാ. KL795. ഓ ബക്കർ കൊണ്ടുവന്ന വണ്ടി. അതിലവൻ കോഴിക്കോട്ട് കൊണ്ടുപോയി. ഓട്ടോ ഓടോ ചേട്ടാ? ഓടാനല്ലോ ഇട്ടേക്കണത്. ഓടണ വണ്ടി ഉണ്ട്. വാ ഓടിക്കാനുള്ള അച്ഛനെ ഈ ബ്രോക്കർ ബക്കർക്കാരുടെ ഓഫീസ് എവിടെ? അത് നടക്കാവില്ല. എന്നാ പിന്നെ നടന്നു പോയാ പോലെ. ഇവിടുത്തെ ബസ് എന്തിനാ പച്ച കളറായിരിക്കുന്നത്? അത് വേറെ കളർ കിട്ടാത്തോണ്ടാണ്. നിനക്കൊന്നും വേറെ ഒന്നും നോക്കാനില്ലടാ. നമ്മുടെ ഓട്ടോ എവിടെ കിടപ്പുണ്ടോ നോക്ക്. നോക്കിയോ ഇതിനിടയിൽ KL7 കിടപ്പുണ്ടോ നോക്ക്. ഇവിടെ വേറെ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടോ? എന്തൊരാള്. ഇത് ബ്ലൂ ഡയമണ്ട് തിയേറ്റർ സാറേ. ഹിറ്റ്ലറാ ഓടുന്നത്. തിയേറ്ററാണല്ലേ. നടക്കാവെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നടക്കണേക്കാളും ഓടിയാലും എത്താത്ത ദൂരം വണ്ടി ഓടിച്ചോണ്ടിരുന്ന. ഇവിടെ ഇപ്പൊ മുഴുവൻ വൺ വേ ആണ് സാറേ. ഈ ചുറ്റൊക്കെ ചുറ്റി അങ്ങ് ചെല്ലുമ്പോ ബക്കർക്ക് ഓഫീസ് തന്നെ കാണാ ദൈവമേ. വണ്ടി ഓടിച്ചിട്ട് സ്ഥലത്തെത്തുണ്ടല്ലോ. അയ്യോ തമ്പാനൂരെ കൈരളി സ്ത്രീയും. തമ്പാനൂര് മാത്രമല്ല സാർ, കോഴിക്കോട് ഉണ്ട് കൈരളി സ്ത്രീ. ഓ ഇവിടെ ഉണ്ടാ. അള്ളാനുള്ളത് പറയാലോ. ആ വണ്ടി ഞമ്മക്ക് ഭയങ്കര ഐശ്വര്യാണ്. ഇതുപോലൊരു ഐശ്വര്യം എന്റെ ജീവിതത്തിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. അപ്പൊ ബക്കർക്ക് കിട്ടിയല്ലേ? എനിക്ക് കിട്ടിയെന്നോ? പത്തര മാറ്റല്ലേ. അത് കിട്ടിയ പിന്നെ ഇന്നേ വരെ നിലനിന്നിട്ടില്ല. ഒരു ദിവസം മലപ്പുറത്ത് കൊടുത്ത്, ഒരു ദിവസം തൃശ്ശൂർ കൊടുത്ത്, പിന്നെ കൊയിലാണ്ടി കൊടുത്ത്, തീർന്നില്ല. 95 9 കൂട്ടണം 5 സമം 14. 1 കൂട്ടണം 4 സമം 5. മോനെ പ്രകാശ, അന്റെ കൈയുടെ വർക്കത്തി ഇപ്പൊ ആർക്കില്ല. അതായത് ബ്രോക്കർ വകയില് ചുരുങ്ങിയത് ഒരു 6000 റുപ്യ ആ വണ്ടി മേലെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി വണ്ടി നിനക്ക് വേണം, കൂടെ ഒരു 1100 റുപ്യ. പക്ഷേ വണ്ടി ഇപ്പോഴൊന്നും കൊണ്ടുപോകാൻ പറ്റൂല. വണ്ടി പോലീസ് സ്റ്റേഷനിലാണ്. എന്താ സംഭവം? എന്ത് സംഭവം? ഏതോ ഒരു പണ്ടാരം സൈക്കിളുകാരൻ വന്ന് കയറിയെന്നും പറഞ്ഞ് കേസും കൂട്ടും ഗുൽമാലൊക്കെ ആയി. എന്ത് പണ്ടാരെങ്കിലും ആവട്ടെ, നിങ്ങൾക്ക് വണ്ടി ഇപ്പൊ വേണോ? SIന്റെ ക്ലോസ് ആണ്. ഞാൻ പറഞ്ഞ വണ്ടി വിടിച്ചു തരാം. പോരെ? തരുവോ? എന്താ സംശയം? തരുമല്ലോ. ഓഫ് കോഴ്സ്. ഇതാ താക്കോൽ എന്നിരിക്കുന്നു. 15 ദിവസത്തിനകം നമ്മൾ ഇടപാട് സമയം കളഞ്ഞില്ല, നാട്ടിലെത്തണ്ടേ. ഉണ്ണി, നീ ആളൊഞ്ഞ സ്ഥലത്തേക്ക് വണ്ടി ഒന്ന് ഒതുക്കണേ. വണ്ടി മുഴുവൻ പരിശോധിച്ചിട്ടാണ് എനിക്ക് യാത്ര. ഇവിടെ നിൽക്കും, അവിടെ ആരുമില്ല. കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ. കേട്ടി നിർത്താം. എല്ലാവരും തപ്പ് തപ്പ്. നീ അങ്ങോട്ട് തപ്പ്. തപ്പ് ാണ് എഞ്ചിനെല്ലാം അടിച്ചു മാറ്റിയ നോക്ക്. അതൊക്കെ നീ എന്നെ തുറന്നു നോക്കണേ. ദൈവമേ, വണ്ടി തിരിച്ചു പഠിച്ച് വെറുതെ ആയോ? ഒന്നും കാണുന്നില്ലല്ലോ. വെള്ളം മരുതി അമ്മാരായിരിക്കും ചിലപ്പോ. എന്റെ അമ്മ, അതാ വണ്ടിയല്ലടാ. എന്താ തപ്പ്? തപ്പ് 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 തപ്പ്. നോക്കി നോക്കി നോക്കി. വെറുതെ
കാണൂടാ അല്ലെങ്കിൽ അവന്മാർ എന്താ അവിടെ മൂത്രമൊഴിക്കണം. മൂത്രമൊഴിക്കാനാ? ആരാടാ നിന്റെ ഡ്രൈവർ? യൂണിഫോം ഇവൻ റോഡരികിൽ എന്താടാ പണി? മൂത്രമൊഴിക്കാൻ നിന്നാ. നിന്റെ പേരെന്താടാ? പ്രകാശൻ. പ്രകാശൻ. പ്രകാശൻ, നീ വെള്ളം അടിച്ചിട്ടുണ്ടല്ലേ? അടിച്ചിട്ടില്ല? അതെങ്കിതാ. ഇതെന്താണെന്ന് അറിയാമോ നിനക്ക്? ബ്രീത്ത് അനലൈസർ. ഊതിയ നീ ഊതിയാൽ നീ വെള്ളം അടിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്നൊരു ശബ്ദം വരും. പിന്നെ നീയൊക്കെ വിവരം അറിയും. ഇതിലേക്ക് ഊതാൻ. മര്യാദ ഊതാ. പുറത്തേക്ക് ഊതാ. ഇതിന്റെ അകത്തേക്ക് ഊതാൻ. ദാ ഇങ്ങനെ. ശബ്ദം കേട്ട് ബുക്കും പേപ്പറൊക്കെ ഉണ്ടോടാ? എടോ, ഇതിനെന്തോ കുഴപ്പമുണ്ട്. കൊണ്ട് നന്നാക്കോട്. എന്താണോ ശബ്ദം? ശബ്ദം. ആ ശബ്ദം ഉള്ളതാ. അതിനെന്തോ കുഴപ്പമുണ്ട്. ശബ്ദം. നീ എന്നെ ശബ്ദം കേൾപ്പിക്കാൻ പഠിപ്പിക്കണ്ട കേട്ടാ. ഡോ, ഇതൊരു പേപ്പർ കുറവുണ്ടല്ലോ. ഒരു പേപ്പർ കുറവുണ്ട്. ഇപ്പൊ ശരിയായി. നീ ഇതെവിടെ നോക്കുന്നേ? സീറ്റിന് അടിയിലോട്ട് നോക്കണം. വെക്കല്ലേ? എന്ത് അടച്ചോനെ? സ്വർണം പഠിച്ചോനെ. അയ്യോ ആക്രമണം കാണിക്കണം. അതിനകത്തോടെ പോയി. അയ്യോ മിണ്ടായിരുന്നു. നമ്മുടെ സ്ഥലം എത്തിയടാ. ബൈപ്പാസിലോട്ട് കയറിക്കോ, ആരും കാണില്ല. ശരി. അവർ ഇത്രയും സ്വർണ്ണത്തിന് വേണ്ടി ആയിരിക്കും അല്ലേ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത്? സ്വർണ്ണത്തിന് വേണ്ടിയാണല്ലോ ദൈവമേ പാവത്തിന്റെ ഉയിര് പോയത്. ഇവിടെ ഒന്ന് മിണ്ടാതിരിക്കോ? എന്നാ പിന്നെ നീ സംസാരിച്ചോണ്ടിരി. ഇത് എവിടെ കൊണ്ട് കൊടുക്കണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. എവിടെ? പോലീസ് സ്റ്റേഷനിൽ. എടാ എന്താ? എടാ, ഒരു വണ്ടി അവിടെ പുറകെ തന്നെ ഉണ്ട്. എടാ, അതെന്താന്നാ? നമ്മൾ കുറെ നേരമായിട്ട് അവരുടെ മുമ്പിൽ തന്നെ ഉള്ളതുകൊണ്ടാ. ഒന്ന് പോടാ. പ്രകാശ, എന്താടാ? വെള്ളം മാറി. ഞാനും കുറെ നേരമായിട്ട് ശ്രദ്ധിക്കുന്നതാ. എന്ത് പന്തിയുണ്ടല്ലോ. നീ പേടിക്കാനടാ. അമ്മാരെന്നാ ചെയ്യാനാ? വയറിനകത്ത് വെച്ച് കാണും. അവന്മാര് പറയുണ്ട്. വീട് വിട്ടോ. ഒരു ചുക്കന്മാർ ചെയ്യാൻ പോകുന്നില്ല.
പറയടാ. അയ്യോ 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 സ്റ്റാൻലി, ഇനി എന്നെ തല്ലരുത്. അവളാണ് നമ്മളെ പറ്റിച്ചത്. ഞാൻ പറയുന്ന കേക്ക്. എന്താണ് അവിടെ? എന്റെ അപ്പോ പൊടിഞ്ഞാടി. ആശാനെ ആശാനെ അടി ആശാനെ. എനിക്ക് വേണ്ട, നീ അടിച്ചോ, ഞാൻ വിറ്റാണ്. ഓ, ഞാൻ ആദ്യയുടെ കാര്യമല്ല എന്റെ ആശാനെ പറഞ്ഞത്. നമ്മുടെ പിള്ളേരെ കണ്ട അത് ആരോട്ട് അടിക്കുന്നത്. അമ്മയുടെ കയ്യിൽ കുപ്പിപ്പാല് കുടിച്ചവരെ നിന്ന് ഇറങ്ങി വേടാ, നമുക്ക് നേരിട്ട് ആശാന്റെ കഴിവ് കാട്ടിത്തരാം. അതാണ് പറഞ്ഞത്. നീയാണാ കുപ്പിപ്പാല് കുടിച്ചത്? എന്റെ അമ്മേ, അയ്യോ. എക്സ്ക്യൂസ് മീ സാർ, ഒന്ന് കൈ വെക്കാമോ? അയ്യോ. എവിടാ സ്വർണം പറയണടാ. സാർ ഭയങ്കര അടി നടക്കണോ? ആ കയറി കയറി.
അതിന്റെ മോനെ ശരണോണിത്. ഇവരെനിക്ക് എന്റെ ജീവിതമാണ് തിരിച്ചു തന്നത്. ഇവര് റോഡിന്റെ മക്കളല്ല, ഈ നാടിന്റെ മക്കളാണ്. ദാ ഇതെന്റെ സന്തോഷം പങ്കിടാൻ, എന്റെ വേദനാഹിത്യം നിങ്ങൾക്ക് ദൈവം തരുന്ന സമ്മാനമാണെന്ന് കരുതിയാൽ മതി. പ്രകാശ, നിന്റെ പെങ്ങളുടെ നല്ല ഭാവിക്കും ജീവിതത്തിനും വേണ്ടി മുതലാളി തരുന്നല്ലേ? വാങ്ങിക്കോളൂ. വേണ്ട സാറേ, ഈ സ്വർണം പ്രതീക്ഷയല്ല ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടത്. പണത്തിന്റെ വില ശരിക്കും അറിയാവുന്നവരാ ഞങ്ങൾ ഓട്ടോക്കാര്. ഇത് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളും അവന്മാരും തമ്മിൽ എന്താ വ്യത്യാസം? മതി, ഒരു കാര്യവും നീ ഇനി പറയണ്ട. ഞാൻ നിങ്ങൾക്ക് സ്വർണം തരുന്നില്ല, പക്ഷേ നിന്റെ പെങ്ങളുടെ കല്യാണം ഈ സദാനത്തെ നടത്തി തരും. അങ്ങനെയാണെങ്കിൽ എന്റെ കല്യാണം കൂടെ മുതലാളി നടന്നു തരുമോ? നിന്റെ കല്യാണം ഞാൻ നടത്തി തരാം. ഞാൻ നിന്നെ കല്യാണം കഴിച്ചു. വരട്ടെ സാർ. അയ്യോ എടാ രാജേന്ദ്ര, മനോഹര, ഷട്ടർ ഇടടാ, ദാ വരുന്നു. അയ്യോ പാലകള് ഓട്ടോക്കാരന് പട്ടിണി മാറ്റണ്ടേ, വീട്ടിൽ റേഷൻ വാങ്ങാൻ ഇത്തിരി കാശ് കൊടുക്ക.